എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ആളുകളുടെ പേര് പറഞ്ഞ് അത്രയും കൂടി സമയം നീട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. സദസ്സിൽ ബഹുമാന്യനായ ആരാധ്യനായ ടി ഡി രാമകൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സന്നിഹിതർ. വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് എൻ്റെ മുന്നിൽ ഇവിടെ തന്നിരിക്കുന്നത്. സാമൂഹ്യ നിർമ്മിതിയിൽ സാഹിത്യത്തിനുള്ള പങ്ക് എന്നാണ് വിഷയം. രാവിലെ മുതൽ ഗൗരവതരമായ പ്രഭാഷണങ്ങളും വിഷയാവതരണങ്ങളും കേട്ട് ഡോപ്പമിൻ നഷ്ടപ്പെട്ടു നിൽക്കുന്ന നിങ്ങൾക്ക്, അവതരണത്തിൻ്റെ മോശം കൊണ്ടല്ല, രസം എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ, ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുണ്ടായിരുന്നില്ല, അതല്ല. രസം, സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം രസമാണ്. ആ കൂട്ടത്തിൽ സാമൂഹ്യ നിർമ്മിതി അതിൻ്റെ കൂട്ടത്തിൽ വന്ന് കയറിയതാണ്. സച്ചിദാനന്ദമാണ് കലയുടെ ലക്ഷ്യം. പക്ഷെ എന്താ ഈ സച്ചിദാനന്ദം? സച്ചിദാനന്ദം മാഷാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. സത്തായിരിക്കുന്നതിനോട് ചിത്തം ചേരുമ്പോഴുണ്ടാവുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. സത്ത് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്ന്, സത്യമെന്നും വ്യാഖ്യാനിക്കാം, നന്മ എന്നും വ്യാഖ്യാനിക്കാം. അപ്പൊ അവിടെയാണ് യഥാർത്ഥ ശരി അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തിരിക്കുന്ന പുരാതന മനുഷ്യരാണ് ഒരു ദിവസത്തിന് 24 മണിക്കൂർ എന്ന് കണ്ടെത്തിയത്. അവരുണ്ടാക്കിയതാ, നമ്മളത് പിന്തുടരുന്നു. 1 മണിക്കൂറിന് 60 മിനിറ്റ് എന്ന് അവർ നിശ്ചയിച്ചതാ, നമ്മളത് മാറ്റിയിട്ടില്ല. അവർ അടുത്തിരുന്നിട്ട് ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഉപനിഷത്തുകൾ ഉണ്ടാക്കി. അതും സാഹിത്യമാണ്. അവരന്നത്തെ പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ട് ഭഗവത്ഗീത ഉണ്ടാക്കി. അന്നത്തെ പരിമിതമായ അറിവുകൾ വെച്ചുകൊണ്ട് വേദങ്ങൾ എഴുതി, ദൈവങ്ങളെ സൃഷ്ടിച്ചു, പുരാണങ്ങൾ ഉണ്ടാക്കി. വയലാർ രാമവർമ്മ ഇന്നത്തെ പരിപാടിയിൽ ഒരുപാട് ആളുകൾ കോട്ട് ചെയ്തൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു പാട്ടുണ്ട്, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. തെറ്റാണത്. ഒരു മതവും ഒരു ദൈവത്തെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ കാലാധിവർത്തിയായി ദേശാധിവർത്തിയായി സഞ്ചരിക്കുവാനുള്ള സ്വപ്നങ്ങളിൽ നിന്ന് ഉരുവം കൊണ്ടതാണ് ദൈവങ്ങൾ. കാലദേശബോധം ഉള്ള ഒരേ ഒരു ജന്തു മനുഷ്യനാണ്. 2026 ജൂൺ 21 ഇന്ന്, ഞായറാഴ്ചയാണെന്ന് ലോകത്തിലുള്ള ഒരു പട്ടിക്കും പശുവിനും പൂച്ചക്കും അറിയില്ല. നമുക്ക് മാത്രമേ അറിയൂ. കാലബോധം, ത്രികാലബോധം ഉണ്ടായി. ആദ്യം ത്രികാലബോധമാണ് ഉണ്ടായത്, പിന്നെയാണ് ദിവസവും ആഴ്ചയും മാസങ്ങളൊക്കെ ഉണ്ടായത്. ത്രികാലബോധം കഴിഞ്ഞുപോയ കാലമാണ്. വടകരയുള്ളൊരു വത്സൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നല്ല ലളിതഗാനം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹം എഴുതിയ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള ഏറ്റവും മനോഹരമായ ലളിതഗാനമായിരുന്നു, കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയിട്ടുള്ള അറിവുകളും ഓർമ്മകളും ആശങ്കകളും ചിന്തകളും പഠനങ്ങളും മനുഷ്യന് മാത്രമേ ഉള്ളൂ. ചരിത്രമറിയുന്നവർ നമ്മളാണ്. പക്ഷിമൃഗാദികൾക്ക് വർത്തമാനകാലമുണ്ട്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് മാത്രമേ അവർക്കുള്ളൂ, പാസ്റ്റ് ടെൻസ് ഇല്ല. അതുപോലെ ഭാവികാലം നമുക്കേ ഉള്ളൂ. നമ്മളല്ലാതെ അളന്നളന്ന് കൂട്ടുന്നില്ല, ഉണ്ടോ? നമ്മൾ മാത്രമാണ് ഭാവിയിലേക്ക് പോകുന്നത്. ഉണ്ണലും ഉറങ്ങലും ഉണ്ണിയുണ്ടാക്കലും വിസർജിക്കലും മാത്രം ചെയ്തിരുന്ന ഹോമോസോപ്പിയൻസിന് അവൻ്റെ ആശയങ്ങളും ചിന്തകളും അഭിപ്രായങ്ങളും വേദനകളും സങ്കടങ്ങളും അവൻ്റെ ഭാവങ്ങളും എല്ലാം തന്നെ കാലത്തിനപ്പുറത്തേക്ക്, ദേശത്തിനപ്പുറത്തേക്ക് എത്തിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ചു. കാലത്തിനപ്പുറത്തേക്ക്, ദേശത്തിനപ്പുറത്തേക്ക്. ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു, ഡോംബി വാലിയിൽ കേൾക്കുന്നു എന്നല്ലാതെ നവി മുംബൈയിൽ കേൾക്കില്ല. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുള്ളത് കൊണ്ട് ചിലപ്പോൾ കേട്ടെന്ന് വരാം, പക്ഷെ അന്ന് കേൾക്കില്ല. ശബ്ദത്തിന്
കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാനുള്ള കഴിവില്ല. ആ കഴിവ്, അതിനുള്ള മാർഗമായിരുന്നു മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരുന്നത്. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ എന്തുണ്ട് മാർഗം? കൈതപ്രത്തിൻ്റെ മനോഹരമായ ഒരു സിനിമാ ഗാനത്തിലെ വരി ഓർക്കുന്നുണ്ടാവും. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്ത് പോകാം, ആറ്റുനോറ്റുണ്ടായൊരുണ്ണി എന്ന പാട്ട്. ഈ കാലത്തിനപ്പുറത്തേക്ക് പോകണമെന്ന ബോധം ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്ന ത്രികാല ബോധത്തിൽ നിന്നും ഉണ്ടായത്. ആ ത്രികാല ബോധത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായതാണെന്ന ചിന്തയുണ്ടായത്. പക്ഷിമൃഗാദികൾക്ക് ഇത് ഉണ്ടായതാണെന്ന ചിന്തയില്ല. ഉണ്ടായതാണെന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കിയവനെ പറ്റി ചിന്തിച്ചത്. അവിടെയാ ദൈവത്തിലെത്തിയത്. ദൈവത്തിലെത്തിയത് കാലബോധത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ ത്രികാലബോധം പറയുന്നത്. മനസ്സിലായോ? കാലബോധം പറഞ്ഞിട്ടേ ദൈവത്തിൻ്റെ പേര് പറയും. മനസ്സിലായിരുന്നു? അത് ഓംകാരത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനൊരു വേദാന്ത കോളേജിൽ പോയി ചോദിച്ചപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ് ഓം എന്നാണ്. ദൈവത്തെ ഡൗൺലോഡ് ചെയ്യുന്ന പാസ്വേഡാണ് ഓം. ആ ഉ എം എന്ന് പറയുന്നത് ത്രികാലബോധമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരമൊക്കെ പിന്നെ വന്നതാണ്. ത്രികാലബോധമാണ്. ഭൂതം, വർത്തമാനം, ഭാവി. ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. ആ വഴിയിലൂടെയാണ് ദൈവത്തിലെത്തിയത്. അതുകൊണ്ടാണ് ഓം നമഃശിവായ, ഓം നാരായണായ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. മനസ്സിലായില്ലേ? ഈ കാലബോധമാണ് കാലത്തിനപ്പുറത്തേക്ക് തൻ്റെ ആശയങ്ങളെ കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച് നടന്ന അന്നത്തെ ഹോമോസോപ്പിയൻസിൽ നിന്ന് മാറിയിട്ട് ശബ്ദമുപയോഗിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന, വാക്കുപയോഗിച്ചിരുന്നവൻ. വാക്കെന്ന വാക്കിന് എഴുത്തെന്നർത്ഥമില്ല. ക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണ്. വാ എന്ന് പറഞ്ഞാൽ വായയാണ്. വായ വിട്ട് കരയാറില്ലേ? അതാ വാ വിട്ട് നിലവിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? വാ എന്ന് പറഞ്ഞാൽ വായ, ക്ക് തൊണ്ടയിലെ ശബ്ദം. ഈ തൊണ്ടയിലെ ശബ്ദം വായിലൂടെ പുറത്തു വരുന്നതാണ് വാക്ക്. മനസ്സിലായോ? നാദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാഷ. ഈ നാദമായിരിക്കുന്ന ഭാഷയെ, ശബ്ദത്തെ അപ്പുറത്തേക്ക് എല്ലാ കാലത്തേക്കും കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗം? എന്തുണ്ട് മാർഗം? ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തുണ്ടായ ആഭ്യന്തര കലാപത്തിലെ ആശയങ്ങളെ നമ്മുടെ നാട്ടുകാരനായ രാമകൃഷ്ണൻ സാറ് ഒരു നോവലാക്കി മാറ്റിയത് എങ്ങനെ? ദേശത്തിനിപ്പുറത്തേക്ക് വന്നില്ലേ അത്? ആശയങ്ങൾ ദേശത്തിനിപ്പുറത്തേക്ക് വന്നതെങ്ങനെ? ഫ്രാൻസ് വരെ പോകുന്ന ഒരു നോവൽ എഴുതുന്നത് എങ്ങനെ? ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് തൂവല് കിട്ടിയത്. തൂവല് കിട്ടിയത് ആർക്ക്? ഈ കാട്ടാളന്. അന്ന് കാടേ ഉള്ളൂ, നാടില്ല. നാട് എന്ന് പറഞ്ഞാൽ നടുന്നതാണ്. നട്ടുമുളച്ചുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ്, കൃഷി ആരംഭിച്ചപ്പോഴാണ് മനുഷ്യന് നാടുണ്ടായത്. അതുവരെ തനിയെ മുളച്ചതെല്ലാം കാടാണ്. തനിയെ മുളച്ചത് കാട്, നട്ടുമുളപ്പിച്ചത് നാട്. നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? അപ്പോഴാണ് തൂവൽ കിട്ടിയത്. ആ തൂവൽ എടുത്തിട്ട് എന്തിനാണിതെന്ന ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മറുപടി കേൾക്കുന്നത്. അന്ന് ഭാഷ ഉണ്ടാകുന്ന കാലത്ത് പക്ഷിയുടെയും മൃഗത്തിൻ്റെയും ഭാഷ എല്ലാവർക്കും അറിയുമായിരുന്നു. നമുക്ക് ഭാഷ ഉണ്ടായപ്പോഴാണ് പ്രപഞ്ച ഭാഷ നഷ്ടപ്പെട്ടു പോയത്. ഈ പ്രപഞ്ച ഭാഷ തിരിച്ചറിയുന്നവരാണ് എഴുത്തുകാർ, കവികള്, നോവലിസ്റ്റുകള്. പ്രപഞ്ച ഭാഷ തിരിച്ചറിയുന്നവരാണ്. നമ്മൾക്ക് മനുഷ്യന്റെ ഭാഷയെ അറിയൂ. ഒരു ഭൂകമ്പം വരുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് ഭൂകമ്പം വരാൻ പോകുന്നു എന്നുള്ള ഭാഷ അറിയാം, അവർക്കറിയാം. പക്ഷിമൃഗാദികൾക്ക് എല്ലാവരുടെ ഭാഷയും അറിയാം. നമുക്ക് നമ്മുടെ ഭാഷ മാത്രമേ അറിയൂ. അതാണ് കുഴപ്പം. അന്ന് ഭാഷ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പക്ഷിയുടെ ഭാഷ ആ കാട്ടാളന് മനസ്സിലായി. നിന്റെ ആശയങ്ങൾ കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മഷിയിൽ മുക്കി എഴുതാനുള്ള തൂലികയാണ് ഞാൻ തന്നത് എന്നായിരുന്നു അവൻ്റെ മറുപടി, ആ പക്ഷിയുടെ മറുപടി. പക്ഷെ മഷി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ചെടികളുടെ ഇലകൾ കാറ്റത്ത് കൈമാടി വിളിച്ചിട്ട് ദലമർമരങ്ങളിലൂടെ എൻ്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്ത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞത്. കറുത്ത കായകൾ പിഴിഞ്ഞെടുത്ത് മഷിയാക്കി എഴുതിക്കോളൂ എന്ന് ചെടികൾ പറഞ്ഞത്. മഷി കിട്ടി. എഴുതാനുള്ള കടലാസ് വേണ്ടേ? കടലാസ് എവിടെ?
അപ്പോഴാണ് പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. പൂതണക്ക്, മലയാളത്തിൽ പൂതണക്ക്, സംസ്കൃതത്തിൽ ബൂർജവൃക്ഷം എന്ന് പറയും. പൂതണക്ക് പറഞ്ഞത് എൻ്റെ തൊലി കിഴങ്ങിൻ്റെ തൊലി പോലെ പൊളിച്ചെടുക്കാം, അതിൽ എഴുതിക്കോളൂ, അത് ഉണക്കിയിട്ട് എഴുതിക്കോളൂ. കാളിദാസൻ ശാകുന്തളം നാടകം എഴുതിയത് അതിൻ്റെ തൊലിയിലാണ്. അപ്പൊ കടലാസ് കിട്ടി, പൂതണക്കിൻ്റെ തൊലി, ഭൂർജപത്രം, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി, മഷി കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്തത്. ഇനി എന്താ എഴുതേണ്ടത്? ഇതിനെക്കുറിച്ച് ONV കുറുപ്പ് എഴുതിയ ഒരു കവിതയുണ്ട്, സ്നേഹാക്ഷരങ്ങൾ. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ, നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം, ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ശബ്ദത്തോടർത്ഥം സഹിതമായപ്പോൾ സാഹിത്യമുണ്ടായി. അന്നത്തെ നിർവചനാണ്. ഇന്ന് സാഹിത്യത്തിന്റെ നിർവചനം അതൊന്നുമല്ല. അന്ന് ശബ്ദാർത്ഥ സഹിത സാഹിത്യം. ആ സഹിതമായിരിക്കുന്നത് കാലത്തെയും ദേശത്തെയും. നമ്മുടെ കുട്ടികൾ A+ പരീക്ഷയിൽ A+ വാങ്ങുന്നില്ലേ? ആ പ്ലസ് എന്താണ്? പ്ലസ് എന്താന്ന് പറഞ്ഞാൽ അവന്റെ അറിവിനെ ദേശമാകുന്ന X ആക്സിസ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ Xും കാലമാകുന്ന Y ആക്സിസും കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ്. Xും Yയും ആണ് ഈ പ്ലസ്. അതൊരു കുട്ടിക്കും അറിയില്ല, അവന്റെ പ്ലസ് എന്താണെന്നറിയില്ല. ഒരു കുട്ടിയും ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഉത്തരം പഠിക്കാൻ മാത്രമുള്ള കുട്ടികളായതുകൊണ്ടാണ് രാമായണവും മഹാഭാരതവും ഭാഗവതമൊക്കെ എഴുതിയ. ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാകുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇവിടെ കഷായവും അരിഷ്ടവും ലേഹ്യവും ബടകവും ഗുളികയും തൈലങ്ങളും ചൂർണങ്ങളും ഉണ്ടാക്കിയ ചരകനും സുശ്രുതനും സഞ്ജീവിനിയും ഒക്കെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്താണ്. ഈ ഹാളിൽ ഉള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടോ? ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടോ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, നിങ്ങളിരിക്കുന്ന കസേര കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാനും ബൾബും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന ഫ്ലൈറ്റും കാറും ട്രെയിനും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. എന്തുകൊണ്ടാ ഇത്രയും ബുദ്ധിമാന്മാരായിട്ട്? എന്തുകൊണ്ടാണ്? നമ്മൾ ഉത്തരം മാത്രം പഠിച്ചു. ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ദക്ഷിണാമൂർത്തി സ്തവമാണ്. ഗുരു വ്യാഖ്യാനിക്കുമ്പോൾ ഒരു സംശയവുമില്ലാത്ത, ചോദ്യം ചോദിക്കാത്ത ശിഷ്യന്മാരാണ് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചത്. ചോദ്യമില്ല, ഉത്തരങ്ങൾ പഠിച്ചുകൊള്ളുക. ധർമ്മങ്ങൾ ശാസിച്ചു വെച്ചു. ചോദ്യമില്ലാത്തതിനെയാണ് ശാസനകൾ എന്ന് പറയുക. ധർമ്മശാസനകൾ. ചോദ്യമില്ല, ഉത്തരങ്ങൾ മാത്രം പഠിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം പുറകോട്ട് പോയത്. ഒരുപാട് കാലം ഇരുണ്ട യുഗത്തിൽ പോയത്. ചോദ്യം പഠിച്ചിട്ടില്ല, കേട്ടത് അനുസരിച്ചു പോയി. എന്നാൽ ഈ ദൈവങ്ങളുടെ ഉപയോഗം പുരോഹിതന്മാരുടെ കയ്യിലേക്ക് വരുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മതവും ദൈവത്തെ ഉണ്ടാക്കിയില്ല, പക്ഷെ ദൈവങ്ങളെ ഉണ്ടാക്കിയത് ഭാഷയാണ്. കാരണം ലോകത്തിൽ സകല ദൈവത്തിനും പേര് കൊടുത്തതാരാ? ഭാഷയാണ്. ദൈവം ഒരു സാഹിത്യ സൃഷ്ടിയായി. ദൈവം ഒരു സാഹിത്യ സൃഷ്ടിയാണ്. സമൂഹ നിർമ്മിതിയിൽ മനുഷ്യവംശം സാഹിത്യം ആദ്യം നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ സങ്കല്പമാണ് ദൈവം. മനോഹരമായ സങ്കല്പം. ആ മനോഹരമായ സങ്കല്പത്തെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്നവരാണ് പുരോഹിതന്മാർ. മനസ്സിലാക്കുക. മനോഹരമായ സങ്കല്പത്തെ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്നവരെയാണ്. ദൈവത്തെ വൃത്തികേടാക്കുന്നവർ പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ വരുന്നത് വരെ ദൈവം മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തിൻ്റെ ഭാവുകത്വമായിരുന്നു ദൈവം. പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും കാലത്തിന്റെ പ്രതിരൂപങ്ങളാണെന്ന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വയലാർ. കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ
ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്ന പാട്ട്. മനുഷ്യൻ, പ്രകൃതി, ദൈവം, ഇതിനെ കൂട്ടിച്ചേർക്കുവാൻ ആന്തരികമായ ഒരു വെളിച്ചമുണ്ടായിരുന്നു. ബാഹ്യമായ വെളിച്ചം ദിനോസറുകൾക്ക് കണ്ണുണ്ടായിരുന്നു, അവരും കണ്ടിരുന്നു. ആനകളുണ്ടായിരുന്നു, കടുവയും പുലിയും ഓന്തും എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, അവർക്കെല്ലാം കണ്ണുണ്ടായിരുന്നു, അവരെല്ലാം ബാഹ്യമായ വെളിച്ചം കണ്ടിരുന്നു. പക്ഷെ ഒന്നിനും അവന്റെ പേരറിയില്ലായിരുന്നു. ഒരു ജീവജാലത്തിനും അവന്റെ പേരറിയില്ലായിരുന്നു. ആ പേര് കൊടുത്തുകൊണ്ടാണ് മനുഷ്യന്റെ അകത്തളങ്ങളിൽ സാഹിത്യം എന്ന രൂപമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ പേരുകളെല്ലാം സാഹിത്യ രൂപങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. എല്ലാ ദൈവങ്ങളുടെ പേരും മനുഷ്യന്റെ പേരും എല്ലാ പേരും സാഹിത്യ രൂപങ്ങളിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് ഭാഷ നമുക്ക് ആദ്യം നിർമ്മിച്ചു തന്ന സാമൂഹ്യ നിർമ്മിതി ദൈവമാണ്, സ്വർഗമാണ്, നരകമാണ്. ഇതൊക്കെ സൃഷ്ടിച്ചു തന്നത് സാഹിത്യമാണ്. പുസ്തകങ്ങളിൽ നിന്നാണ് നമുക്കെല്ലാം കിട്ടിയത്. രാമായണവും മഹാഭാരതവും നമ്മൾ പഠിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ രാമൻ, ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ട്, ആ പാട്ടില്ലായിരുന്നുവെങ്കിൽ രാമനെ മലയാളികൾ അറിയില്ലായിരുന്നു. ആ കവിത പുസ്തകങ്ങളിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് പുസ്തകം വേണ്ട, ദൈവം മതി. പുസ്തകം വേണ്ട, ദൈവം മതി. അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് പുസ്തകമേളകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടതാണ്, അഭിനന്ദിക്കേണ്ടതാണ്. എന്നാൽ പുസ്തകം വേണ്ട. രാമായണം വായിക്കാൻ വേണ്ടി ഒരു മാസം നീക്കിവെച്ചതാണ് മലയാളികൾ, അല്ലേ? രാമായണം വായിക്കാൻ ഒരു മാസം നീക്കിവെച്ചു. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ കർക്കടകം 31-ാം തീയതി ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം എന്ന് പറഞ്ഞ് പൂട്ടിയാൽ ബാക്കി 11 മാസം ഒരക്ഷരം വായിക്കില്ല. അതാണ് കുഴപ്പം. ഇനിയൊന്നും വായിക്കില്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പറയപ്പെട്ട പുസ്തകങ്ങളെപ്പറ്റി, കവികളെപ്പറ്റി, സാഹിത്യകാരന്മാരെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. എന്തെന്നറിയോ? ഇതിൽ ചില ആളുകളെയല്ലേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇനി എത്ര വായിക്കാൻ ബാക്കിയുണ്ട്? ഇവിടെ ഇരുന്ന് ഈ സദസ്സിൽ ഇരുന്നപ്പോൾ ഞാൻ ചെറുതായി വരികയായിരുന്നു. കാരണം അരുൺ സാർ അവതരിപ്പിച്ച അത്രയും കഥാപാത്രങ്ങൾ, അത്രയും ആളുകൾ, ഇതിലെ പലരെയും എനിക്കറിയില്ലല്ലോ, പലരെയും ഞാൻ വായിച്ചിട്ടില്ലല്ലോ. ഇനി എത്ര വായിക്കാൻ ബാക്കിയുണ്ട് എന്ന ബോധ്യം. മനുഷ്യന്റെ ജീവിതം ആകെ പരിമിതമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിനപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ മനുഷ്യജന്മത്തിൽ ആകെ എത്ര തിന്നു എന്ന് ആരും കണക്കെടുക്കാറില്ല. മലയാളി ആളാണെങ്കിൽ, നിങ്ങളാണെങ്കിൽ കുറച്ചേ തിന്നു, അല്ലേ? മലയാളികൾ ചോറ് ഒരുപാട് തിന്നും. 125 കിൻഡൽ ചോറ് തിന്നും 75 വയസ്സാകുമ്പോഴേക്കും ഒരു മലയാളി എന്ന കണക്ക്. 125 കിലോ അല്ല, 125 കിൻഡൽ എന്ന് പറഞ്ഞാൽ 50 കിലോന്റെ ചാക്കാണെങ്കിൽ 250 ചാക്ക് തിന്നിട്ട് ഒരു 4-5 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ തിന്നതാണോ നമ്മുടെ ജീവിതത്തിലെ നേട്ടം? അല്ലല്ലോ. നമ്മുടെ മനസ്സിന്റെ വിശാലത, മനസ്സിന്റെ എക്സ്റ്റൻഷനാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതിനുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും സർഗാത്മകവുമായ മാർഗമാണ് സാഹിത്യം. ഏറ്റവും സർഗാത്മകമായ സാഹിത്യം. നാടകങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ പറയും. നാടകം ഒരു കലയാണെങ്കിലും നാടകങ്ങൾ സാഹിത്യമാണ്. മറ്റൊരു കലയ്ക്കും ഈ കാലത്തെ കണക്ട് ചെയ്യുന്നതോ കഴിവില്ല. അതുകൊണ്ടാണ് കലകളിൽ ഏറ്റവും മേലെ നിൽക്കുന്നത്, മികച്ചതായി നിൽക്കുന്നത് സാഹിത്യമാകാൻ കാരണമെന്താ? അത് കാലത്തിനും ദേശത്തിനും അതീതമായി നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഭാവുകത്വത്തെയും സ്വപ്നങ്ങളെയും പ്രകാശത്തെയും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിനെ തിരിച്ചറിയുന്ന ആന്തരിക പ്രകാശത്തെയല്ലേ ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത്? സങ്കല്പ ദൈവത്തെ ആയിരുന്നില്ല, പ്രത്യക്ഷ ദൈവത്തെയായിരുന്നു. എന്താ പ്രത്യക്ഷ ദൈവം? എല്ലാ വൻകരകളിലും എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സൂര്യനെയായിരുന്നു ആദ്യം പ്രാർത്ഥിച്ചത്, അല്ലേ? ധിയോ യോന പ്രചോദയാൻ. ആന്തരികമായ വെളിച്ചം, പുറത്ത് വെളിച്ചം തരുന്ന സൂര്യ, നീ അകത്ത വെളിച്ചമായി മാറൂന്ന. മെയ് 5 വരെ കേരളത്തിൽ പുറത്ത് വെളിച്ചം തരുന്ന ആള് കൃഷ്ണൻകുട്ടിയും അകത്ത് വെളിച്ചം തരുന്ന ആള് ശിവൻകുട്ടിയായിരുന്നു.
ഇപ്പോ പുറത്ത് വെളിച്ചം തരുന്ന ആള് സണ്ണി ജോസഫും അകത്ത് വെളിച്ചം തരുന്ന ആള് ഷംസുദ്ദീനുമാണ്. സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ലേ? പുറത്ത് വെളിച്ചം തരുന്ന ഇലക്ട്രിസിറ്റി മന്ത്രി അന്ന് കൃഷ്ണൻകുട്ടിയായിരുന്നു, ഇപ്പോ സണ്ണി ജോസഫാണ്. അപ്പൊ പുറത്ത് വെളിച്ചം അകത്ത് വെളിച്ചം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. ഈ അകത്ത വെളിച്ചം വളർത്തുമ്പോഴാണ് മനുഷ്യൻ മറ്റു മൃഗാദി ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തരായത്. അന്ന് പ്രത്യക്ഷ ദൈവത്തെയാണ് പ്രാർത്ഥിച്ചത്. പിന്നീട് നമ്മൾ സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ്, സങ്കല്പങ്ങളിലേക്ക് മാറിയപ്പോൾ ദൈവങ്ങളും സങ്കല്പങ്ങളിലേക്ക് മാറി. പക്ഷേ മറ്റുള്ള സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുകയും ദൈവസങ്കല്പത്തെ മാത്രം പിന്തുടരുകയും ചെയ്യുന്ന ഒരു മഹാഭൂരിപക്ഷം ഈ ഭാരതത്തിലുണ്ട് എന്നതാണ് ഭാരതത്തിന്റെ ശാപം. ദൈവസങ്കല്പങ്ങളെ എവിടെ പോയി വിഗ്രഹമുണ്ടെങ്കിലും അവിടെയെല്ലാം തീർത്ഥാടനത്തിന് പോകും. എന്നാൽ നമ്മുടെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ പിന്തുടരാറുണ്ടോ? ആ കഥാപാത്രങ്ങളുടെ പേര് പറയുമ്പോൾ എത്ര പേർക്ക്, ഞാനിപ്പോ കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ പോകുന്ന ഒരാളാ, ഞാൻ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബിരിയാണി കണ്ടിട്ടുണ്ടോ? എല്ലാവരും കൈ ഉയർത്തും. ഏത് ബിരിയാണി? ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി എല്ലാം കണ്ടിട്ടുണ്ട്. സന്തോഷ് ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടുണ്ടോ? അതില്ല. സന്തോഷ് ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടില്ല. നെയ്പായസം കുടിച്ചിട്ടുണ്ടോ? എല്ലാവരും കൈ ഉയർത്തും. പിറന്നാളിന് വെച്ചിട്ടുണ്ട്, ഓണത്തിന് വെച്ചിട്ടുണ്ട്. എന്നാൽ പുന്നയൂർ കുളത്തിലെ നിർമാതളത്തിന്റെ ചുവട്ടിൽ വെച്ചുണ്ടാക്കിയ നെയ്പായസം കുടിച്ചിട്ടുണ്ടോ? അതേതായി പുന്നയൂർ കുളം? അതേതാണ് നിർമാതളം എന്ന് ചോദിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം അമേരിക്കക്കോ അല്ലെ വിദേശ രാജ്യത്തിനോ തുല്യമായി വളരാതിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതീകത്തിനെ മാത്രം പിന്തുടരുന്നു. അവിടെയാണ് സാഹിത്യം ആദ്യം ഇടപെടേണ്ടത്. മനുഷ്യന്റെ ആന്തരികമായ വികാസത്തിൽ ബോധപൂർവമായി സാഹിത്യത്തെ പ്രചരിപ്പിക്കുവാനും, സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമായി 10,000 രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ 500 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരു ശീലം എന്നുണ്ടാക്കിയെടുക്കുന്നോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ എത്ര വോട്ട് ചെയ്തിട്ടും, എത്ര അയോധ്യ അമ്പലം ഉണ്ടായിട്ടും, എത്ര യാഗങ്ങൾ നടത്തിയിട്ടും നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. ആന്തരികമായ വെളിച്ചത്തിന്റെ വികാസം ഉണ്ടാവുന്നുണ്ടോ? അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ശാസ്ത്രബോധമുണ്ടോ? പുസ്തകങ്ങൾ, ശാസ്ത്രത്തിന് ഒരു സാഹിത്യം, ശാസ്ത്രം ഒരു സാഹിത്യമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കേരളത്തിലുണ്ട്. ആ ശാസ്ത്രവും ഒരു സാഹിത്യമാണ്. ആ ശാസ്ത്രം സത്യാന്വേഷണത്തിന്റെ മാർഗമാണ്. പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് സത്യാന്വേഷണമാണ്. അവരൊന്നും തന്നെ മതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞ സത്യം മാത്രമേ സത്യമുള്ളൂ. അതിനപ്പുറത്ത് പുതിയ സത്യങ്ങൾ ഇല്ലെന്ന് നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുമ്പോൾ എങ്ങനെ സാമൂഹ്യ നിർമ്മിതി ഉണ്ടാകും? സമൂഹത്തിന് നിർമ്മിക്കേണ്ടത് പണ്ടാരോ നിർമ്മിച്ചു വെച്ച കെട്ടിടത്തിൽ താമസിക്കുകയല്ലാതെ നവനവങ്ങളായിട്ട് പുതിയ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ അച്ഛനമ്മ കുടുംബ സങ്കല്പങ്ങൾ പണ്ടത്തെ മാതിരിയിൽ പഴയതൊന്നും മറക്കുന്നുമില്ല, പുതിയതൊന്നും പഠിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറുന്നില്ല എന്നതാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കൂട്ടമല്ല, ആനന്ദിന്റെ ആൾക്കൂട്ടമല്ല സമൂഹം. സമൂഹം വ്യത്യസ്തമായിരിക്കുന്ന ചില വ്യവസ്ഥാപിതമായ സ്ഥാപനങ്ങളിലൂടെ സംഗമമാണ് സമൂഹം. വ്യവസ്ഥാപിതമായ കുറെ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സ്ഥാപനമാണ് കുടുംബം. ആ കുടുംബം രൂപീകരിക്കപ്പെട്ടത് കൃഷിയുടെ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കുടുംബം ഉണ്ടായത്. അച്ഛനും അമ്മയും മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയല്ല കുടുംബം ഉണ്ടായത്. കാരണം മക്കളെ അതിനു മുമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. പക്ഷിമൃഗാദികളൊക്കെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കുടുംബ ബന്ധമില്ല. അവർക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. അല്ലേ? പക്ഷിമൃഗാദികൾക്ക് ആർക്കെങ്കിലും അച്ഛനെ അറിയാം, അമ്മേനെ അറിയാം. മുലയൂട്ടി അടയിരുന്ന അമ്മയെ അറിയാം പക്ഷികൾക്ക്, മുലയൂട്ട തള്ളയെ അറിയാം മൃഗങ്ങൾക്ക്. പക്ഷെ ആ മുലയൂട്ടൽ തീരുന്നതോടുകൂടി, അടയിരുന്ന് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി പിന്നെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് ഒരു പക്ഷിയും ചിന്തിക്കാറില്ല, ഒരു മൃഗവും ചിന്തിക്കാറില്ല. എന്നാൽ അച്ഛൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കോഴിക്കറിയാവോ തൻ്റെ അച്ഛൻ ആരാണെന്ന്? ഏതെങ്കിലും പട്ടിക്കറിയാവോ തൻ്റെ അച്ഛൻ ആരാണെന്ന്? അപ്പൊ അമ്മ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അച്ഛൻ എന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി മനുഷ്യന് കുടുംബം എന്ന സങ്കല്പമുണ്ടായി. അതായിരുന്നു ആദ്യത്തെ
സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിത സ്ഥാപനം. ആ കുടുംബത്തിൽ പരസ്പരമുള്ള ബന്ധത്തിനൊരു ആർദ്രതയുണ്ട്, ഓരോ വാക്കിനും ഒരു പരിവേഷമുണ്ട്. അച്ഛൻ എന്ന വാക്കിന് എന്താണ് അർത്ഥം? അച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭർത്താവ് എന്ന് മാത്രമാണോ? അല്ല. ഇന്ന് ലോക പൈതൃക ദിനമാണല്ലേ. എഴുത്തച്ഛനെ ആലോചിച്ച് ഇന്ന് തുഞ്ചൻ ഉത്സവം നടക്കുക. ലോക പൈതൃക ദിന, പിതാവിൻ്റെ ദിനമാണ്. ഞാൻ ഉച്ചവരെ എനിക്ക് ടെൻഷനായിരുന്നു. ഉച്ചക്ക് എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫാദേഴ്സ് ഡേ ആശംസകൾ. അപ്പോൾ സമാധാനമായി അല്ലേ. ഉച്ചക്ക് ആ മോന് ഓർമ്മയെ വരുന്നത് ഇന്നാണ് പിതൃദിനമെന്ന്. അച്ഛൻ എന്ന സങ്കല്പം, ആ വാക്ക് എന്നെ ഉച്ചവരെ എൻ്റെ മകൻ വിളിച്ചില്ലല്ലോ എന്ന അസ്വസ്ഥതയുണ്ടാക്കിയത് നമുക്ക് അച്ഛൻ എന്ന വാക്കിൻ്റെ ചുറ്റുവട്ടം വലിയൊരു പരിവേഷം ഉണ്ടായതുകൊണ്ടാണ്. ഈ പരിവേഷങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്നതാണ് സമൂഹം. സമൂഹം എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സമൂഹം എന്ന് പറയുന്നത് ഒരു നിയമമല്ല. സമൂഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭാവുകത്വങ്ങൾ ചേർന്നിട്ടുണ്ടാകുന്ന, എൻ്റെ സ്വരവും നിന്റെ സ്വരവും ഒത്തുചേർന്നിട്ട് നമുക്കൊരു സ്വരമുണ്ടാവുന്നില്ലേ? അതുപോലെ എൻ്റെ പ്രകാശവും നിങ്ങളുടെ പ്രകാശവും ഒത്തുചേർന്നിട്ട് നമുക്കൊരു പ്രകാശമുണ്ടാവുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നീ എന്നും ഞാനെന്നും മാറിയിട്ട് നമ്മൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉണ്ടോ? ഞാൻ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറിൻ്റെ മുന്നിലിരുന്നാണ് യാത്ര ചെയ്തത്. ആ മുന്നിൽ നിന്ന് യാത്ര ചെയ്യുന്ന അവസരത്തിൽ എതിരെ വരുന്ന കാറുകളും വാഹനങ്ങളെല്ലാം ഞാൻ നോക്കി. ഒരു വാഹനം പോലും ഡിമ്മ് തരുന്നില്ല. എൻ്റെ LED ബൾബ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിൽ പോയി അടിച്ച് ചത്താലും കുഴിയിൽ പോയി മറഞ്ഞാലും ഞാൻ തരൂല്ല ഡിമ്മ് എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം. കാരണം നമ്മുടേതല്ല റോഡ്, എൻ്റെതാണ് റോഡ് അല്ലേ. നമ്മുടേതാണ് ഈ രാജ്യമെന്ന ചിന്തയില്ല, എൻ്റെതാണ് ഈ രാജ്യം. അതുകൊണ്ട് എനിക്ക് KSRTC ബസ്സിൽ ഫ്രീ കിട്ടുമെങ്കിൽ പെണ്ണുങ്ങളെല്ലാം വോട്ട് ചെയ്യും. സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന്റെ ഭാഗമായി ഗുണഭോക്താവുകയും സമൂഹത്തിൽ അങ്ങോട്ട് കൊടുക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലമുറ ഉണ്ടായത്? ആ തലമുറ ഉണ്ടായത് ഈ പൊതുഭാവുകത്വത്തെ സൃഷ്ടിക്കുന്ന സാഹിത്യകൃതികളിലേക്ക് അവർ ആഴത്തിലിറങ്ങുന്നില്ല. വായന മരിക്കുന്നൊന്നുമില്ല. ഇപ്പോ രാമകൃഷ്ണ സാറിന്റെ പുസ്തകം 48 എഡിഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു. കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എത്രയാ എഡിഷൻ? മരണവംശം എത്രയാണ് എഡിഷൻ? കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥക്ക് എത്രയാണ് എഡിഷൻ? അതൊക്കെ വായിക്കുന്നില്ലേ? പക്ഷെ വായിക്കുന്നവർ ആരാണ്? വായിക്കുന്നവർ സമൂഹത്തിൽ ഇടപെടുന്നില്ല, സമൂഹത്തിൽ ഇടപെടുന്നവർ വായിക്കുന്നുമില്ല. നിരന്തരം റോഡിൽ കാണുന്നവർ അവർ വായിക്കുന്നില്ല. സമൂഹത്തിലെ പൊതു സ്വഭാവം, പൊതു അഭിപ്രായം രൂപപ്പെടുത്തുന്നവർ വായിക്കുന്നവരൊന്നും തന്നെ എന്തിന്, ആരോട് എന്ന് പറഞ്ഞ് വലിഞ്ഞിട്ട് പ്രതികരിക്കാൻ തയ്യാറല്ലാത്തവരാണ്. വായിക്കുന്നവർ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സമൂഹ നിർമ്മിതിയിൽ സാഹിത്യത്തിന് ഇടപെടാൻ പറ്റൂ. അതിന് വായനയുടെ 10 ഘട്ടങ്ങളിൽ സാഹിത്യകാരന്മാർ പുസ്തകങ്ങൾ വായനയുടെ 10 ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കണം, എന്നാൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാകൂ. വായനയുടെ 10 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത് ഈ തിരക്കിട്ടോടുന്ന മനുഷ്യരില്ലേ, കുഞ്ഞുണ്ണി മാഷിനെ പറ്റി നേരത്തെ ആരോ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട്, കാതെടുത്ത് കമിഴ്ത്തി വെച്ച്, തലയെടുത്ത് വയറ്റിൽ തിരികി, നാവെടുത്ത് പുറത്തിട്ട്, നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നതിവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിൽ മാത്ര. അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ എന്നൊരു കവിതയുണ്ട്. ഞാനും മാതൃഭൂമിയുടെ ശ്രീജിത്തുണ്ട് ഇവിടെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. നാളെയുടെ പാട്ടു ഞാൻ പാടിയില്ലേ തരൂ നാണയമെന്നൊരു സ്വാതന്ത്ര്യ ഗായകൻ. എവിടെയൊരു യുദ്ധമുണ്ട് അവിടെയൊരു ക്ഷാമമുണ്ട് എന്നെഴുതിയിട്ടത് കവിതയായി മാറ്റി കാശാക്കി മാറ്റുന്ന സ്നേഹപ്രവാചകൻ. പൈസ വേണം. ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഒന്നും ഇപ്പോൾ കോളേജുകളിലൊന്നും ചൊല്ലിക്കുന്നില്ല. പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ പണമേ നമ എന്ന്. ഞാനിപ്പോ കേരളത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാൽ A+ ബാനർ. A+ കിട്ടിയ കുട്ടികൾ അഭിനന്ദിക്കുന്നു, A+കാർക്ക് സ്വീകരണം കൊടുക്കുന്നു. ആ ഫുൾ A+കാര്
സ്വീകരണം കൊടുക്കുന്നത് പണ്ട് SSLCക്ക് 210 കിട്ടാണ്ട് തോറ്റവനായിരിക്കും. പക്ഷെ അവൻ ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടവനെ ഇങ്ങോട്ട് അടുപ്പിക്കൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വിഷയത്തിൽ 9 A+ കിട്ടിയവർക്ക് ഒരു അംഗീകാരം കിട്ടൂല. അവർ മുഴുവൻ ഇവന്റെ ശത്രുവായി മാറുന്നുണ്ട്. ഇവൻ അറിയുന്നില്ല. ഇവർ ഇത്രയും സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ മുന്നിൽ ഇവൻ വലിയ ആളാവുമ്പോ ഇത് കിട്ടാത്ത കുറെ ആളുണ്ട്, ഇവനേക്കാൾ മാർക്ക് കൂടിയവര്, അവരിവന്റെ ശത്രുവാകുന്നുണ്ടെന്ന് അവരറിയുന്നില്ല. ഈ A+ എല്ലായിടത്തും പോകുമ്പോൾ അവിടെ പോയി ഞാൻ പറയാറുണ്ട്, ഈ A+ കിട്ടിയിട്ട് എന്തിനാ? എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാൻ. എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ. പേര് വന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ ചേരും. കോഴ്സിൽ ചേർന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടും. ജോലി കിട്ടും. ജോലി കിട്ടിയാലോ ശമ്പളം വാങ്ങും. ശമ്പളം വാങ്ങി അടുത്ത പണി എന്താ? കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കും. കൊട്ടാരം പോലെ വീടെടുക്കും. ആ വീടിന് 5ഉം 6ഉം ടോയ്ലറ്റ് ഉണ്ടാക്കും. ഞങ്ങളെല്ലാം ഗൃഹപ്രവേശത്തിന് പോയാൽ ആ വീട്ടുകാരൻ കൂട്ടിയിട്ട് എല്ലാ ടോയ്ലറ്റും കാണിച്ചു തരും. അപ്പം ഞാനിങ്ങനെ മുട്ടുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോപ്പാ എന്ന് വിചാരിക്കും. ഇയാൾ എല്ലാ ടോയ്ലറ്റും കാണിച്ചു തരും. അത് കേരളത്തിലിപ്പോൾ ഒരു എന്തായാലും ഒരു പൊങ്ങച്ചത്തിൻ്റെ ലക്ഷണമാണ് ടോയ്ലറ്റുകളുടെ എണ്ണം. ഇപ്പൊ മലയാളി ശരാശരി ഒരായുസിൽ 5 വർഷം ടോയ്ലറ്റിലാണ്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഒരായുസിൽ മൊത്തം ടോയ്ലറ്റിലും ഇരിക്കുന്ന സമയം. കാരണം മൊബൈലും കൊണ്ട് അതിൽ പോയിട്ടാ ഡൗൺലോഡിങ്. മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും ഒന്നിച്ച് നടക്കുമല്ലോ അല്ലേ? അവിടെ ഇരിക്കുക. ഒരു വായനശാലയിൽ പോയി ഇരിക്കാൻ അത്ര സമയമില്ല, അവിടെ പോയിരിക്കുക. അപ്പോൾ എങ്ങനെ ടോയ്ലറ്റ് ഉണ്ടാക്കും? നല്ല കൊട്ടാരം പോലത്തെ വീടുണ്ടാക്കും. ചുറ്റുവട്ടം ആനക്ക് കടക്കാൻ പറ്റാത്ത മതിലുണ്ടാക്കും. എന്നിട്ടോ അവിടെ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റാ. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, ഈ പഞ്ചായത്തിലെ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും വികലാംഗ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ കൊടുക്കണം. കാരണം വരാന്തയിൽ നിന്നൊന്നും മുറ്റത്തിറങ്ങാൻ 2 കാലും ഇല്ല. ഈ കാലെന്തിനെ തന്നത്? ഒരു ഗേറ്റ് ഒന്ന് തുറക്കാൻ ഇറങ്ങാൻ കാലില്ലാത്തവന് പെൻഷൻ കൊടുക്കണ്ടേ? കുറെ ചെടി വാങ്ങുന്നുണ്ട്. എന്താ ചെടി! എല്ലാ വീട്ടിലും നല്ല ചെടി പിടിപ്പിക്കുന്നുണ്ട്. ആര് കാണാൻ? നാട്ടുകാരെ കാണാൻ വിടൂല, മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ ഓർക്കില്ല. ഒരു വീടിന്റെ ഈ വാതിൽ ഓർക്കില്ല. ഈ വാതിൽ അടച്ചു വെക്കാനെന്ന് ആരാ പറഞ്ഞ? നമ്മളോട് ആരാ പറഞ്ഞത്? പ്രഭാതമെന്പോലെ സുന്ദരമായ ലോകത്തെ കാഴ്ച മറ്റെന്താണുള്ളത്? പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രഭാതം കാണാത്ത കുട്ടികളാണ്. ശ്രീകുമാരൻ തമ്പിയുടെ അതിമനോഹരമായ ഒരു പാട്ടുണ്ട്. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. ഈ മനസ്സിനെ ഉണർത്താൻ ഏതെങ്കിലും വീട് വാതിൽ ഓർക്കോ? ഇല്ല, വാതിൽ ഓർക്കില്ല. എന്നിട്ട് മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോറ്റും. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. എന്നിട്ട് ഈ പട്ടിയെ വിസർജിക്കാൻ വേണ്ടിയിട്ട് അത് പഞ്ചായത്ത് റോഡ് പോയി വിസർജിക്കുക. അതിന് മാത്രം ഗേറ്റ് തുറക്കുന്ന കഴുതകൾ ആവാനാണോ ഈ ബുദ്ധി? നമ്മൾ ആലോചിക്കുക. അതിനല്ലല്ലോ ഈ ബുദ്ധി. പട്ടിയെയും കൊണ്ട് പോകുന്ന ഒരാളോട് ഒരു വഴിയിൽ നിന്ന് ഒരാൾ ചോദിച്ച കേട്ടിട്ടില്ലേ, ഈ കഴുതേനെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് കഴുതിയല്ല പട്ടിയാന്ന് നിനക്ക് കണ്ടാ മനസ്സിലാവില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ അത് മനസ്സിലായി, ഞാൻ പട്ടിയോട് ചോദിച്ചതാണ്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധിക നിലവാരത്തെ, സർഗാത്മകതയെ കൂട്ടിച്ചേർക്കാതെ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയായിട്ട് വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തി നടത്തുന്നത് അതിഭീകരമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവൻ ജന്മനാ ലഭിച്ചിരിക്കുന്നവന്റെ ബൗദ്ധിക ശേഷി അവൻ സ്വന്തമായി പഠിച്ചുണ്ടാക്കിയതാണെങ്കിലും അത് ജനിതകമായി തലമുറയിലൂടെ അവന് ലഭിച്ചതാണ്. ആ ഭൗതിക ശേഷിയെ പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴിയാക്കി മാറ്റുന്നു. അതിനപ്പുറത്തേക്ക് അവൻ അന്വേഷിക്കുന്നില്ല. അങ്ങനെ പറ്റില്ലല്ലോ. അതാ കണ്ണ് കുപ്പായ കീശയിൽ, കാത് കമഴ്ത്തി വെക്കുന്നു. എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും അറിയില്ല. റോഡിൽ ഒരു പെണ്ണ് ആക്സിഡന്റ് ആയിട്ട് അവളുടെ വസ്ത്രം ഉരിഞ്ഞു പോയപ്പോ അവൾക്ക് തൻ്റെ ഉടുമുണ്ടയച്ചു കൊടുത്ത ഒരു കച്ചവടക്കാരനാണ് ഇപ്പൊ കേരളത്തിലെ ഹീറോ. എൻ്റെ നാട് കണ്ണൂർ ജില്ലയിൽ ചിറക്കൽ രാജാവാണ് അവിടുത്തെ രാജാവ്. ചിറക്കൽ രാജാവിൻ്റെ മകൾ വളപട്ടണം പുഴയിൽ ഒലിച്ചു പോയപ്പോ താണജാതിക്കാരെല്ലാം പോയി തൊട്ടാൽ അയിത്തമാവും, തലയുണ്ടാവില്ല. അതുകൊണ്ട് ആരും ഇറങ്ങി പിടിച്ചില്ല. തമ്പുരാട്ടിയെ പിടിച്ച പ്രശ്നമല്ലേ. അപ്പൊ ഒരു മുഹമ്മദ് അലി
അവനും ദൈത്യം വന്നിന്, അവൻ തുള്ളി ഇറങ്ങി പിടിച്ചു വരുമ്പോഴാണ് ഇവിടെ ഉടുമുണ്ടല്ല ഒഞ്ഞു. അന്ന് എലാസ്റ്റിക്കും അണ്ടർവെയറൊന്നും ഇല്ലല്ലോ, ഇത് ഇറുക്കി വെക്കാനൊന്നുമില്ല, എല്ലാം ഒലിച്ചു പോയിരുന്നു. ഇവൻ തന്നെ മുണ്ടെടുത്ത് മുറിച്ച് ചീന്തിയിട്ട് പകുതി അവളെ കൊടുപ്പിച്ചു. അതോടുകൂടി പുടവമുറിയായി. മലബാറിലെ വിവാഹത്തിന്റെ പേര് പുടവമുറി എന്നാണ്. ഒരു പുടവ മുറിച്ച് പകുതി കൊടുത്താൽ ഭാര്യയായി. പിന്നെ അപവാദമായി. തമ്പുരാട്ടിക്ക് പുടവമുറി നടത്തി ഈ മേത്തൻ, വലിയ പ്രശ്നമായി. പക്ഷെ രാജാവ് പറഞ്ഞു, എൻ്റെ മകൾ അന്ന് ആ പുഴയിൽ മരിച്ചു പോവുമായിരുന്നു, എൻ്റെ മകൾക്ക് ഒരു പുതിയ ജീവൻ കൊടുത്തത് ഇവനാണ്, അതുകൊണ്ട് അവളുടെ ജീവിതത്തിന് ഉത്തരവാദി അവനാണ്. പുടവ മുറിച്ചെങ്കിൽ അവൻ അവളെ വിവാഹം ചെയ്യട്ടെ. വിവാഹം ചെയ്തിട്ട് ഒഴിവാക്കുകയല്ല ചെയ്തത്. രാജ്യത്തിൽ 8 മക്കളിൽ 8ൽ 1 അരക്കാൽ രാജ്യം അവൾക്ക് എഴുതി കൊടുത്തു. അങ്ങനെ അരക്കാൽ രാജ്യത്തിന്റെ ബീവിയായി. അങ്ങനെയാണ് ചിറക്കൽ രാജ്യത്തോടനുബന്ധിച്ച് അറക്കൽ ബീവി ഉണ്ടായത്. അരക്കാൽ ബീവിയാണ് അറക്കൽ ബീവിയായത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ തുണി കൊടുത്ത സംഭവം കേരളത്തിൽ വലിയ സംഭവമായത്? അത് സാധാരണ ആരും ചെയ്യുന്നില്ല. അത് സ്വാഭാവിക പ്രക്രിയ ആവേണ്ടതാണ്. പക്ഷെ കാതെടുത്ത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, നീ 5 സ്റ്റാർ മുട്ടായി തിന്നാ മതി. ആധുനിക ഉപഭോഗ സംസ്കാരം പുതിയ തലമുറയോട് പറയുന്നു, 5 സ്റ്റാർ മുട്ടായി തിന്നാ മതി. ഒരു പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 5 സ്റ്റാർ മുട്ടായി തിന്നുകൊണ്ട് ഒരു പയ്യൻ ഒരു ബസ് സ്റ്റോപ്പിന്റെ തൂണും ചാരി നിൽക്കുമ്പോൾ ഒരു വലിയമ്മ തൻ്റെ ഭാണ്ഡക്കെട്ടിൽ നിന്നെന്തോ സാധന റോഡിലേക്ക് ഉരുണ്ടുപോയി. അവർ ഈ പയ്യനോട് ഒന്ന് എടുത്തതാ മോനെ എന്ന് പറഞ്ഞു. അവൻ എടുത്തു കൊടുത്തില്ല. ഈ മിഠായിയും ആസ്വദിച്ചു നിന്നു. അവസാനം വലിയമ്മ സ്വയമേവി എടുത്ത് ഇറങ്ങി. അതെടുക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര താഴെ പോകും. ഇവൻ അത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ വല്യമ്മ മരിച്ചു പോവായിരുന്നു. എടുത്തു കൊടുക്കാത്തത് കൊണ്ട് അവർ വന്നിട്ട് ആ പയ്യനോട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. എന്തൊരു രസമുള്ള പരസ്യമാണ്. പക്ഷേ ഈ പരസ്യത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു വിഷമുണ്ടല്ലോ. നീ ഒന്നും ചെയ്യരുത്, നീ ഒന്നും ചെയ്യരുത്. സ്നേഹവും ദയയും കരുണയും ധർമ്മവും നീതിയും ഒന്നും വേണ്ട. അതിനെ പുതുക്കണ്ട. കാലഘട്ടത്തിനനുസരിച്ച് നിന്റെ നീതിബോധത്തെ പുതുക്കണ്ട. ഒന്നും ചെയ്യണ്ട. നീ 5 സ്റ്റാർ മുട്ടായി തിന്നാ മതി. മരണാനന്തര ബഹുനാമധാരിയെ തേടിയാ മതി. കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോ വായനശാലകളുടെ വരാന്തയിൽ ഒരു മനുഷ്യനില്ല. വായിക്കുന്നവരില്ലെന്നല്ല, വായിക്കുന്നവർ വീട്ടിൽ കൊണ്ടുപോയി വായിക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ പൊതുജനം അവിടെ പോയി വായിക്കുന്നില്ല. അവരെല്ലാം മരണാനന്തര ബഹുനാമധാരിയെ തേടി അലയുന്നു. നമുക്കെല്ലാം ബഹുനാമധാരികളല്ലേ നമ്മൾ? നമുക്ക് പല പേരുണ്ടല്ലോ. പക്ഷെ മരണാനന്തരം നമുക്ക് ഏകനാമമാണ്. ഒന്നിക്ക് ശവം, അല്ലേ മയ്യത്ത്, അല്ലേ? ഒറ്റ പേരേ ഉള്ളൂ. എന്നാൽ കോഴീന്റെ ഭാഗ്യം നോക്കിയാൽ മരണം വരെ കോഴീന്റെ പേരുള്ളൂ. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ബഹുനാമമാണ്. 28 പേരുണ്ട് മരിച്ചു കഴിഞ്ഞാൽ. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച, ചിക്കൻ ചില്ലി. ഇതിനെ തേടി നടക്കുക, അതിനെ തേടി നടക്കുകയാണ്. അത് ആസ്വദിച്ചാ മതി എന്ന് പറയുന്നു. നാവെടുത്ത് പുറത്തിടുന്നു, വർത്തമാനത്തിനൊരു കുറവില്ല കേട്ടോ. അങ്ങനെ നടക്കുന്ന ഒരു തലമുറ, ആ തലമുറയെ, അവരുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുവാനും നവീകരിക്കുവാനും പരിശ്രമിക്കുമ്പോഴാണ് അവർ തമ്മിലുള്ള പശയുണ്ടാക്കുന്ന ഒരു പ്രക്രിയ സാഹിത്യത്തിന് കഴിയുക. 2 രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ഒരു നായികയ്ക്ക് കഴിയണം. 2 രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ. അത് ചിലപ്പതികാരത്തിലെ കണ്ണകിക്ക് കഴിഞ്ഞതുപോലെയാണ്. 2 സമൂഹങ്ങളെ കൂട്ടിച്ചേർക്കാനല്ലാതെ 2 സമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാനുള്ള സാഹിത്യകൃതികൾ വേണ്ടല്ലോ. അപ്പൊ സാഹിത്യകൃതികൾ കലാപരഹിതമാവണം. വേണ്ടേ? ഇത്രയും സാഹിത്യകൃതികൾ ലോകത്തുണ്ടായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് 30 കിലോമീറ്റർ പോയാൽ മാനന്തവാടി തലപ്പുഴയെത്തും. തലപ്പുഴയിൽ കഴിഞ്ഞ വർഷം രാധ എന്നു പേരുള്ളൊരു സ്ത്രീയെ ഒരു കടുവ പിടിച്ച് തിന്നു കളഞ്ഞു. പത്രത്തിൽ വാർത്ത വന്നിരുന്നു, ചാനലിലെല്ലാം വലിയ വാർത്തയായിരുന്നു. ഈ കടുവയ്ക്ക് രാധ എന്താന്ന് ആരാന്നറിയില്ലല്ലോ. അതിന് വെണ്ടക്കയും കത്രിക്കയും തിന്നാൻ പറ്റില്ലല്ലോ. അതിന് പ്രകൃതി നിശ്ചയിച്ചു കൊടുത്തത് മാംസവും രക്തവും ഉള്ളതിനെ തിന്നാനാ. അപ്പൊ രാധയെ കണ്ടപ്പോ ഇത് വോട്ടർ പട്ടികയെ പേരുള്ള സ്ത്രീയാണ്, ഇത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്, അതുകൊണ്ട് ഇതിനെ തിന്നണ്ട എന്നുള്ള വിവരം കടുവക്കില്ല. കടുവ മാംസവും രക്തവും ഉള്ളത് കൊണ്ട് അതിനെ പിടിച്ചു തിന്നു. അതിൻ്റെ പേരിൽ ഭയങ്കര ഹർത്താല്, ഭയങ്കര ബഹളം.
കേരളത്തിലാകമാനം കഴിഞ്ഞ വർഷം 58 പേരെയാണ് മൃഗങ്ങൾ കൊന്നു തിന്നത്. 58 പേര്. 58 പേര്. ആന ചവിട്ടിക്കൊന്നതും എല്ലാം കൂടി 20 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം പാമ്പ് കടിച്ച് മരിച്ചത്. പക്ഷെ ഫോറസ്റ്റിന്റെ കണക്കിൽ മൃഗങ്ങളെ കൊണ്ട് കൊല്ലപ്പെട്ടു എന്നാ. അതിൽ 38 പേരും പാമ്പ് കടിച്ചു മരിച്ചതാ. ബാക്കിയുള്ളതാണ് കടുവയും ആനയും കരടി. ഒരാളെ കരടി കൊന്നു, രണ്ടാളെ കാട്ടുപോത്ത് കൊന്നു. എന്നാൽ 417 മനുഷ്യർ കൊന്നു. കടുവ കൊന്നത് തിന്നാനാ. കടുവ കൊന്നത് തിന്നാനാ. നമ്മൾ കൊന്നതോ? കൊലപാതകം തുടരുന്നു. 5 വർഷമായി മണിപ്പൂരിൽ കൊല്ലാൻ തുടങ്ങിയിട്ട് നിന്നോ? നിന്നില്ല. അപ്പൊ സാമൂഹ്യ നിർമ്മിതിയിൽ അവിടെ സാഹിത്യത്തിന് ഇടപെടാൻ കഴിയണ്ടേ? ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ രാജ്യത്തിലുള്ള സകലമാന യൂട്യൂബ് ചാനലുകളും ആരും അറിയാതെ വിലക്കെടുത്തിട്ട് വിജയിച്ചു. അതിന്റെ പേരിൽ ഇപ്പൊ ലോകത്ത് മുഴുവൻ പെട്രോളിന് നമ്മൾ 20 ഉറുപ്പ്യ കൂട്ടി കൊടുക്കേണ്ടി വന്നില്ലേ? അല്ലേ? മുഴുവൻ യൂട്യൂബ് ചാനലിലും വിലക്കെടുത്തു. അങ്ങനെയാണ് അയാൾ ജയിച്ചത് അവിടെ. പക്ഷേ യൂട്യൂബർമാര് ഇത് ട്രംപ് എടുത്ത ചാനലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണമെന്നാണ് എഗ്രിമെന്റ്. ആരും അറിയാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇവിടെ. പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ യുദ്ധം തീർന്നു എന്ന് ഇന്നലത്തെ പത്രത്തിൽ ഇന്ന് വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്ന് വാർത്ത. നിൽക്കുന്നില്ലല്ലോ. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഉണർന്നാൽ നമ്മുടെ അടുക്കളയിലെ സ്ത്രീകളും ഗ്യാസിന്റെ 3 ടിക്ക് 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 3 അടുപ്പ് കത്തിക്കും പോലെ 3 മിസൈൽ അയച്ചിട്ട് മാത്രമേ പല്ല് വരെ തേക്കാറുള്ളൂ. എന്തേ? കൊല്ലുകയാണ്. ഈ കൊലപാതക പരമ്പരയെ നിലനിർത്താൻ തടയാനും, അതുപോലെ ലോകത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ നേട്ടങ്ങളെയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ന് ഭക്ഷണോൽപാദനത്തിനോ മനുഷ്യന്റെ വികാസത്തിനുമല്ല, യുദ്ധത്തിന് വേണ്ടിയാണ്. ആയുധങ്ങൾ. നമ്മളിപ്പോ ഡ്രോൺ കൊണ്ട് നമ്മൾ കല്യാണത്തിനൊക്കെ ക്യാമറ കൊണ്ട് ഫോട്ടോ പിടിക്കും. പക്ഷെ ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ പറത്തുന്നത് അപ്പുറത്തെ രാജ്യത്തെ ആക്രമിക്കാനാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി പൂർണ്ണമായി കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും വർത്തമാന കാലഘട്ടം. കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെയും ലോകത്തിന്റെയും ആകെ ഉള്ള ബജറ്റിന്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കാനോ വായനശാലക്ക് വേണ്ടിയല്ല. കേരളത്തിൽ വായനശാലക്ക് വേണ്ടിയിട്ട് 1% പൈസയാണ് വീട്ടുനികുതിയായിട്ട് പിരിച്ചെടുക്കുന്നത്. 1%. അതിനെ കൊണ്ടാ 10,000 വായനശാലകൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നത്. ആ 1% പൈസ പോലും പഞ്ചായത്തുകള് ലൈബ്രറി കൗൺസിൽ അടക്കാത്തതിന്റെ പേരിൽ ലൈബ്രറിക്കാർ പഞ്ചായത്തിനോട് പോയി പറയണം, നിങ്ങൾ പൈസ അടക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ അലവൻസ് കിട്ടുന്നില്ല എന്ന്. അത് കൊടുക്കാൻ മടിയാ. വായിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നില്ല, എന്നാൽ ആയുധമുണ്ടാക്കാനും യുദ്ധത്തിനു വേണ്ടി പണം ചെലവഴിക്കാൻ ഒരു മടിയുമില്ല. അതിന് ബജറ്റ് വിഹിതം വേണ്ട. എത്രയും ചെലവഴിക്കാം. എന്തിന്? യുദ്ധത്തിന്. ആയുധങ്ങൾ വാങ്ങുന്നത് എന്തിനാ? ആയുധങ്ങൾ വാങ്ങുന്നത് മിനിമം ഒറ്റ വാക്കേ ഉള്ളൂ, കൊല്ലാൻ. അല്ലേ? കൊല്ലാൻ മാത്രം. ആ പ്രക്രിയയിൽ ഇടപെടാൻ, നമ്മുടെ സമൂഹത്തിന്റെ കൊലപാതക പരമ്പരയെ, യുദ്ധങ്ങളെ തടയാൻ എന്ന് നമ്മുടെ അക്ഷരങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നോ അന്നാണ് സാഹിത്യത്തിന് സാമൂഹ്യ നിർമ്മിതിയിൽ പൂർണ്ണമായി ഇടപെട്ടു എന്ന് ആത്മസംതൃപ്തി ഉണ്ടാകാൻ കഴിയുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അന്യായം യുദ്ധങ്ങളാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചൂഷണങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നു. കലാപരഹിതമാകണം. ആ കല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അത് കലാപരഹിതവുമാകണം. അത് കലാപരമായി ഇഷ്ടമുണ്ടാകണം. കലയുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകരുത്. ഈ 3 പ്രക്രിയ, കല പരഹിതമാവണം, കലാപരഹിതമാവണം, കലാപരഹിതമാവണം. ഈ 3 പ്രക്രിയയും കൂട്ടിച്ചേർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ മനസ്സുകളിൽ ഇടപെടാൻ പറ്റുന്നതാണ് സാഹിത്യം. ആ സാഹിത്യം വീണ്ടും വീണ്ടും മനുഷ്യന്റെ കഥകൾ
ജനിച്ചു കഴിഞ്ഞ മനുഷ്യന്റെ കഥകൾ മാത്രം പോരാ, ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യന്റെ കഥകൾ മാത്രം പോരാ, ഇനി വരാനിരിക്കുന്ന മനുഷ്യന്റെ കഥകൾ ഇനി പറയണം. ബഹുമാനപ്പെട്ട കഥാകൃത്തുക്കളോട്, നോവലിസ്റ്റുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇനി ജനിക്കാനിരിക്കുന്ന മനുഷ്യന്റെ കഥകൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കഥയമമ കഥയമമ, തുഞ്ചത്ത് ഉത്സവമല്ലേ, കഥയമമ കഥയമമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കാകുൽസ്ഥൻ എന്നെങ്ങനെ പേര് വന്നറിയോ ശ്രീരാമന്? കാളയുടെ പൂഞ്ഞക്കെട്ടിന്റെ മേലെ ഇരിക്കുന്നവൻ എന്ന അർത്ഥം കാകുൽസ്ഥൻ എന്ന്. കാകുസ്ഥ എന്നൊരു രാജാവുണ്ടായിരുന്നു. സ്വർഗത്തിൽ യുദ്ധത്തിന് പോയപ്പോ ഇന്ദ്രനോട് കാളയുടെ രൂപം ധരിക്കാൻ വന്നിട്ട് വാഹനം ഇല്ലാത്തതുകൊണ്ട് കാളപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്ത് അതിന്റെ പൂഞ്ഞക്കെട്ട് കാക്കു എന്ന് പറഞ്ഞാൽ പൂഞ്ഞയാണ്, അതിന്റെ മേലെ കയറി ഇരുന്നവൻ അന്നേനെ കാകുസ്ഥൻ എന്ന രാജാവിന് പേര് വന്നു. ആ രാജവംശത്തിൽ പെട്ടത് കൊണ്ടാണ് ശ്രീരാമന് കാകുൽസ്ഥൻ എന്ന് പേര് വന്നത്. ആ കാകുൽസ്ഥന്റെ ലീലകൾ കേട്ടാൽ പോരല്ലോ, രാമായണം പലതവണ വായിച്ചാൽ പോരല്ലോ, ഇനി വരാനിരിക്കുന്ന രാമായണം വായിക്കണ്ടേ? ഇനി വരാനിരിക്കുന്ന രാമായണം പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വരും കാലത്തിലെ യുദ്ധങ്ങളെ പറ്റി, വരും കാലത്തിലെ മനുഷ്യന്റെ ഭക്ഷണത്തെ പറ്റി പോലും പുതിയ പ്രബന്ധങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ സാഹിത്യം ഭാവിയെ രൂപപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതൊരു പുതിയ വെല്ലുവിളിയാണ്. കഥാകൃത്തുക്കൾക്കും കവികൾക്കും ഒരു പുതിയ വെല്ലുവിളിയാണ്. വരുംകാലത്തിന്റെ കഥകൾ കൂടി പറയണം. ആ കഥകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഭാവുകത്വങ്ങളെ കൂട്ടിയിണക്കാൻ കഴിയണം. അങ്ങനെ കൂട്ടിയിണക്കിക്കൊണ്ട് അവന് പുതിയൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇനി അധികാര സ്ഥാനങ്ങൾ കൊണ്ടോ നമ്മുടെ ദൈവങ്ങളെ കൊണ്ടോ മതപ്രസ്ഥാനങ്ങളെ കൊണ്ടോ ഈ ലോകം നന്നാവുമെന്ന് ഇനിയും പ്രതീക്ഷ അർപ്പിക്കാമോ? കാരണം ഇസ്രായേലിൽ നിന്ന് നിരന്തരം ബോംബ് വർഷിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്രായേലിന്റെ പ്രസിഡന്റ് പഴയ നിയമമെന്ന വേദഗ്രന്ഥം പിടിച്ച് യഹോവയെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്ത ഭരണാധികാരിയാണ് ഇസ്രായേലിന്റെ പ്രസിഡന്റ്. ട്രംപോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ബൈബിളും പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് ട്രംപ്. മതങ്ങളുടെ പേരിലാണ് യുദ്ധം ചെയ്യുന്ന എല്ലാ ഭരണാധികാരികളും സത്യപ്രതിജ്ഞ ചെയ്തത്, മതങ്ങളുടെയും ദൈവങ്ങളുടെ പേരിലും. എന്നിട്ടും അവർക്ക് യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്തു വേണം? അപ്പൊ സാമൂഹ്യ നിർമ്മിതിയിൽ കുടുംബം എന്ന ആശയം പഴയ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് പുതിയതിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷെ ആ പോകുന്നത് വഴി അവര് ലിവിങ് ടുഗദറാണ്. ലിവിങ് ടുഗദർ പുതിയ കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ആ ലിവിങ് ടുഗദറിലൂടെ ഉണ്ടാകുന്നത് അടുത്ത തലമുറയിൽ ജനിക്കാനിരിക്കുന്ന കുട്ടിക്ക് അവന്റെ അച്ഛന്റെ സാമീപ്യം, അമ്മയുടെ സാമീപ്യം ഉണ്ടാവുമോ? ഈ ലിവിങ് ടുഗദറിൽ ഉണ്ടാകുന്ന കുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് നോക്കുവോ? അപ്പൊ ആ കുടുംബം എന്ന സങ്കല്പത്തിൽ പുതിയ രീതിയിലേക്ക് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ പോലും പുതിയത് വരുത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുക, പുരുഷന്മാര് ചായ ചോറ് എന്ന് അട്ടഹസിക്കുന്ന രീതിയിൽ നിന്ന് ഇത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടും ഇത്ര സിനിമകൾ കണ്ടിട്ടും നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞോ? പാചകം ചെയ്യേണ്ടത് സ്ത്രീകൾ, അലക്കേണ്ടത് സ്ത്രീകൾ. ഞാൻ കുടുംബശ്രീയിലൂടെ കേരളത്തിൽ ഒരു സർവേ നടത്തി, വളരെ രഹസ്യമായിട്ട്. ചോദ്യവും ഉത്തരവൊന്നല്ല, സ്വകാര്യം പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് സർവേ എടുത്തിയപ്പോൾ കേരളത്തിലെ 55% പുരുഷന്മാരും അവനവന്റെ അണ്ടർവെയർ പോലും അലക്കാറില്ല. അവനവന്റെ അണ്ടർവെയർ അലക്കാത്ത പുരുഷന്മാരാണ് ഭൂരിപക്ഷം പുരുഷന്മാരും. അത് ഭാര്യയെയോ മക്കളെയോ അമ്മയെയോ ഏൽപ്പിക്കുന്ന വൃത്തികെട്ടന്മാർ. ഇപ്പൊ ചില ആൾ വിചാരിക്കുന്നുണ്ട് ഇയാളെ പ്രസംഗിക്കാൻ വിളിച്ച് ആപത്തായല്ലോ എന്ന്, അല്ലേ? ആ ഒറ്റ ഒരു ലക്ഷണം, ചോറ് വന്നോ നോക്കാൻ സ്ഥാലി പുലാകൻ ന്യായം എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. കലത്തിലെ മുഴുവൻ പറ്റും പിടിച്ചു നോക്കണ്ടല്ലോ, ചോറിന്റെ വേവറിയാൻ ഒന്നോ രണ്ടോ പറ്റു പിടിച്ചു നോക്കിയാൽ മതി. ഈ ഒറ്റ ഉദാഹരണം വെച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വീട് ഗംഭീരമായിട്ടുണ്ട്, സ്വീകരണ മുറി ഗംഭീരമായിട്ടുണ്ട്, അടുക്കള അടിപൊളിയായിട്ടുണ്ട്, ബെഡ്റൂം ഗംഭീരമായിട്ടുണ്ട്, ടോയ്ലറ്റ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ സമൂഹത്തിന്റെ ആ കുടുംബ ബന്ധങ്ങളിലെ പാരമ്പര്യ വൃത്തികെട്ട ശീലങ്ങളെ പുതുക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ കയറി ഇടപെടാൻ കഴിയണം. രണ്ട്, രാഷ്ട്രീയം മറ്റൊരു പ്രധാനപ്പെട്ട സാമൂഹ്യ നിർമ്മിതിയാണ് രാഷ്ട്രീയം. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയമാണ് ഈ സമൂഹത്തിന്റെ സകല ചലനവും നിയന്ത്രിക്കുന്നതെങ്കിലും ഇപ്പൊ കടകളിൽ, ചായക്കടകളിൽ ഇവിടെ രാഷ്ട്രീയം പറയരുത് എന്ന് ബോർഡ് വെക്കുക. എന്തൊരു അശ്ലീലമാണത്! പിന്നെ എന്താ പറയേണ്ടത്? എന്താണ് പറയേണ്ടത്? മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള അത് പേടിച്ചിട്ടാണ്. കാരണം തർക്കങ്ങൾ, സംവാദങ്ങൾ, വിവാദങ്ങൾ കലാപങ്ങളും ആയി മാറും, കത്തിക്കുത്തുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്നത്. അതിന്റെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തിനാണ് കത്തിക്കുത്ത്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ കൂത്തുറമെന്ന് വരുന്ന ആളാ. ഏറ്റവും കൂടുതൽ കത്തിക്കുത്ത് കണ്ട ഒരാളാ. കത്തിക്കുത്ത് കഴിഞ്ഞവരെ കുത്തിയിടുക, ആശുപത്രി കൊണ്ടുപോക്കൽ നമ്മളായിരുന്നു. കൊണ്ടുപോയി ഒരുപാട് ആളെ ആശുപത്രി കൊണ്ടുപോയ ഒരാളാ ഞാൻ. ആ കൊണ്ടുപോകുമ്പോ കൊത്തിമാറ്റിയ കൈയും കൊണ്ട് ഒരാളെ, ഏത് പാർട്ടിയാന്ന് ഞാൻ പറയുന്നില്ല, ആ കൈയും എടുത്തിട്ട് 42 വെട്ടുമുള്ള ഒരാളെയും കൊണ്ട് രക്തവും കയറ്റിയിട്ട് ആംബുലൻസിൽ, അന്ന് ഇതില്ലേ മൈക്രോ വാസ്കുലർ ഓപ്പറേഷൻ, അന്ന് എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലേ ഉള്ളൂ, അവിടത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഞാൻ ആലോചിച്ച വിഷയമാണ് എന്താണ് രാഷ്ട്രീയമെന്ന്. യഥാർത്ഥ രാഷ്ട്രീയം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റാൻ എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് മാറി നിൽക്കുകയല്ല കവികൾ ചെയ്യേണ്ടത്. അവർ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അവരുടെ ഓരോ സാഹിത്യകൃതിയും രാഷ്ട്രീയമാവണം. രാഷ്ട്രീയത്തിൽ സംസ്കാരവും സംസ്കാരത്തിന് രാഷ്ട്രീയവും പരസ്പര പൂരകമായിട്ടില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് പോകും. രാഷ്ട്രീയത്തിന് സംസ്കാരം വേണം. എനിക്കൊരു രാഷ്ട്രീയമില്ല, അധികാരം വരുമ്പോ സാഹിത്യ അക്കാദമിന്റെ ചെയർമാൻ മാത്രം തന്നാൽ മതി, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു നടക്കലല്ല. രാഷ്ട്രീയത്തിൽ ഇടപെടണം. ധൈര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയണം. ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം. മെമ്പർഷിപ്പ്, അക്കാദമി മെമ്പർഷിപ്പ് എന്നല്ല, അതിനപ്പുറത്ത് മനുഷ്യന്റെ മനസ്സുകളിൽ യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ സാമൂഹ്യ ബന്ധങ്ങളുടെ രസതന്ത്രമാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടാൻ പറ്റണം. മതവിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലും ലോകത്തും. ആ മതവിശ്വാസത്തെ നിയന്ത്രിക്കുന്നവരാരാ? അല്പബുദ്ധികളാണ് എല്ലാം. നമ്മൾ അമ്പല കമ്മിറ്റി പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ടോ? ഭാരവാഹികൾ മിക്കതും റിട്ടയറായ ആളുകളെല്ലാം ഇപ്പോ നേരെ പോകുന്നത് പള്ളി കമ്മിറ്റിയുടെ, അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹിയാവാൻ. ഒറ്റൊരു യോഗ്യതയെ വേണ്ടു, വലിയ കുമ്പക്കുടൽ വേണം. വേഷ്ടി ഇട്ടാലും പുറത്ത് മുഴച്ചു നിൽക്കണം. കുറെ ആളുകൾ മിണ്ടാതിരിക്കുകയാണ്, ഒന്നിലും എന്തോ ആവട്ടെ എന്ന. അവിടെ കയറി രാഷ്ട്രീയത്തിലും മതാധികാരത്തിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മറ്റു പല ചലനാത്മകമായ മേഖലകളിലും സാഹിത്യത്തിനും സാഹിത്യകാരന്മാർക്കും ഇടപെടാൻ പറ്റണം. ആ ഇടപെടാനുള്ള പ്രത്യക്ഷത്തിൽ പോകണ്ട, അവരെ സ്വാധീനിക്കാനുള്ള വാക്കുകൾ ഉപയോഗിക്കണം. അതിനു പറ്റിയ കഥകളും കവിതകളും എഴുതണം. ആ കഥകൾ പ്രചരിപ്പിക്കണം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തൻ്റെ ഭാവുകത്വം ആരു വാങ്ങുമിന്ന് ആരാമത്തിന്റെ രോമാഞ്ചം ഈ പുസ്തകം എന്ന് പറഞ്ഞ് പാട്ടുപാടി നടന്നില്ലേ? പാട്ടുപാടി നടന്നു. നമ്മുടെ ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കുന്ന നോവലുകളും കഥകളും കവിതകളും എഴുതുന്ന സാഹിത്യകാരന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അവരുടെ കഥകളും കവിതകളും ഒന്നും മിണ്ടാതെ അകത്തിരുന്നിട്ട് നിരൂപണം നടത്തുന്നവർ മാത്രം വായിച്ചാൽ പോരാ, അത് പൊതുവേദികളിൽ ചർച്ച ചെയ്യപ്പെടണം. സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഊഴിയിൽ ചെറിയവർക്ക് തിരിയുവാനാണ് ശ്രീരാമകവിയുടെ ഇരാമചരിതം പാട്ടെഴുതിയത്. ബടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ കുഞ്ചൻ നമ്പ്യാരെ പറ്റിയിട്ട്. സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഈ പുസ്തകങ്ങൾ ഇടപെടാൻ പറ്റണം. അങ്ങനെ ഇടപെടുമ്പോൾ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ രസതന്ത്രത്തിൽ അവൻ്റെ വികാരങ്ങളും അവൻ്റെ ഭാവുകത്വങ്ങളും അവൻ്റെ സൗന്ദര്യബോധവും അവൻ്റെ ആർദ്രതകളും കൂട്ടിച്ചേർക്കണം. ഇന്ന് ആർദ്രത നഷ്ടപ്പെടുന്ന, പുഞ്ചിരി നഷ്ടപ്പെടുന്ന ഒരു തലമുറ വളരുകയാണ്. പുഞ്ചിരിക്കുന്നില്ല, കരയുന്നുമില്ല. ഞാൻ മരണ വീട്ടിൽ പോയി നോക്കാറുണ്ട്. കരയുന്നവരെ പോയിട്ട് ആശ്വസിപ്പിക്കുന്ന പഞ്ചായത്ത് മെമ്പറെ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. കരയുന്ന ആളോട് പോയിട്ട് പറയാ കരയല്ലേ കരയല്ലേ. പിന്നെ ഇവന്റെ ഭാര്യ പ്രസവിച്ചാലാ കരയേണ്ടത്? മരണപ്പെട്ട കരയണ്ടേ? സന്തോഷം വന്നാൽ ചിരിക്കണ്ടേ? പരസ്പരം ഒന്ന് ലോക്യം പറയണ്ടേ? നമ്മുടെ നാട്ടിലൂടെ നടന്നു പോക്കൂ. വൈലോപ്പള്ളിയുടെ
യുഗപരിവർത്തനത്തിൽ പറയുന്നത് പോലെ നാം അറിയാത്തവർ നമ്മളെ അറിയാത്തവരാ നാട്ടിൽ. നിങ്ങൾ നാട്ടിൽ വന്നാൽ നിങ്ങളിപ്പോൾ അറിയുന്നവരെ ഉണ്ടാവില്ല, നിങ്ങൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ, നമ്മൾ നാട്ടിൽ ജീവിക്കുന്നവരാ. പല പുതിയ തലമുറയ്ക്കും നമ്മളെ അറിയില്ല, നമുക്ക് അവരെയും അറിയില്ല. അത്തരത്തിൽ പരസ്പര ബന്ധത്തിന്റെ രസതന്ത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ രസതന്ത്രത്തെ തിരിച്ചുപിടിക്കാൻ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കഥയുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് NS മാധവൻ ഹിഗ്വിറ്റ് എഴുതി. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കഥയുടെ ബീജം കണ്ടെത്തി അദ്ദേഹം, ഹിഗ്വിറ്റ അല്ലേ. അത്തരത്തിൽ കുട്ടികൾക്ക് താല്പര്യമുള്ള സ്പോർട്സ് താല്പര്യമുണ്ട് അവർക്ക്, പക്ഷെ കളിക്കാനല്ല താല്പര്യം. ജർമ്മനിക്കെതിരായിട്ട് കൊറസോവ ഒരു ഗോൾ അടിച്ചു, ഒരു ഗോൾ, 7 ഗോൾ തിരിച്ചു വാങ്ങി. പക്ഷെ തിരിച്ചു വാങ്ങിയ 7 ഗോളിനേക്കാൾ ഞാൻ മൂല്യം കൊടുക്കുന്നത് അവരടിച്ച ഒരു ഗോളാണ്. കാരണം കൊറസോവയിലെ ജനസംഖ്യ 1,80,000 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ ജനസംഖ്യൻ്റെ അത്രയേ ഉള്ളൂ ആ രാജ്യത്ത്. എന്നിട്ട് അവരൊരു ഗോൾ അടിച്ചല്ലോ ജർമ്മനിക്കെതിരായിട്ട്. ഇന്ത്യയിൽ 140 കോടി ഉണ്ടായിട്ട് ആ ഗോൾ അടിക്കാൻ പോയിട്ട് ആ ഗ്രൗണ്ടിലൊന്ന് ഇറങ്ങാൻ പറ്റിയോ നമുക്കൊരാൾക്ക്? ഇല്ല. എന്തേ? ആ ഗ്രൗണ്ടിലൊന്ന് ഇറങ്ങാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാളെ പറ്റിയില്ലല്ലോ. ഈ ബോംബെ പട്ടണത്തിലെ ജനസംഖ്യ എത്രയാ? 3 കോടിയോ അല്ലേ? 2.6 കോടി. ഇപ്പൊ ഫുട്ബോൾ ലോകകപ്പിൽ നടക്കുന്ന 13 ടീമുകൾ 1 കോടിക്ക് താഴെ ജനസംഖ്യയുള്ളവരാ. നിങ്ങൾ മനസ്സിലാക്കണം, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ അവിടെ കളി കാണാനുണ്ട്, വലിയ കട്ടൗട്ടറുകൾ വെക്കുന്നുണ്ട്. അതൊന്നും മോശമൊന്നുമല്ല, നല്ല കട്ടൗട്ടറുകൾ. മെസ്സിന്റെ കട്ടൗട്ടർ ഉണ്ട്, വിജയുടെ കട്ടൗട്ടർ. വിജയ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ കട്ടൗട്ടർ തൃശ്ശൂർ സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ മേലെ പാലഭിഷേകം നടത്തുമ്പോഴാണ് ഒരുത്തം വീണ് മരിച്ചത്. മനസ്സിലായില്ലേ? ഏത് കട്ടൗട്ടറിൻ്റെ മേലെ പാലഭിഷേകം നടത്തുമ്പോൾ. കാരണം അവൻ്റെ പാഷൻ അതാണ്. ആ പാഷനിലേക്ക് അവനൊരു കഥ കയറ്റി കൊടുക്കാൻ നമുക്ക് കഴിയണം. അവൻ്റെ പാഷനിലേക്ക് ഒരു കവിത കയറ്റി കൊടുക്കാൻ പറ്റണം. ആ പണി എഴുത്തുകാരുടെ മാത്രം പണിയല്ല. ആരുടെ പണിയാ? നമ്മുടെ പണിയാ. അവിടെയാണ് തുഞ്ചൻ സാഹിത്യോത്സവത്തിന്റെ പ്രസക്തി. തുഞ്ചൻ സാഹിത്യോത്സവത്തിന്റെ പ്രസക്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. സലീം കുമാർ, മരിച്ചുപോയ സലീം കുമാർ അവിടുന്ന് ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ ഓടി. എല്ലാവരും ഓടിക്കഴിഞ്ഞപ്പോൾ, എല്ലാവരും ഓടുന്ന കണ്ടപ്പോൾ ഇയാളും പറയെ ഓടി. അപ്പൊ നിങ്ങൾ ബിരിയാണിയൊന്നും ഇല്ല, തട്ടിപ്പ് പറഞ്ഞാന്ന് ഇയാൾക്കറിയാം. എന്നിട്ടും ഇയാൾ ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഓടിയെന്ന് ചോദിച്ചപ്പോൾ, അല്ല അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് വന്നവരാണോ നിങ്ങൾ? ഇവിടെ ബിരിയാണി കിട്ടുമെന്ന് വിരിച്ച് വന്നതാണോ? അല്ല. ഞാൻ അത്ഭുതപ്പെടുക. കേരളത്തിൽ ഇത്ര ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുമോ? ഇല്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു നല്ല നമസ്കാരം സമർപ്പിക്കും. സാഹിത്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ, പ്രവാസി ലോകത്തെ സാഹിത്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ, അതിൻ്റെ ഗുണവും ദോഷവും ചർച്ച ചെയ്യാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഈ ഞായറാഴ്ചകളിൽ വീട്ടിലിരുന്നിട്ട് റീല് നോക്കാതെ ഗെയിം കളിക്കാതെ ഒത്തുകൂടിയല്ലോ. പക്ഷേ ഒരു സങ്കടം എന്താ? 25 വയസ്സിൽ താഴെയുള്ള എത്ര പേരുണ്ട് ഇവിടെ? അതാണ് ചോദ്യം. ഉണ്ടോ? 25 വയസ്സിൽ താഴെയുള്ളവരൊന്ന് കൈ ഉയർത്തും. അത് 50+ ആണ് പറഞ്ഞ് 25. ഒരു പയ്യനുണ്ട്. ഓക്കെ, സന്തോഷം. അവനൊരു കയ്യടി കൊടുക്കണ്ടേ എല്ലാവരും? ഈ കോളേജിൽ എത്ര കുട്ടികളുണ്ട്? മലയാളികൾ ഉണ്ടാവുമല്ലോ. ഒരാൾ വന്നിരുന്നോ? ഇല്ല. അപ്പൊ ഈ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയാണ്. അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് അവരല്ല. അവരുടെ പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് അവർക്ക് പുറത്തുള്ള മറ്റു പലരുമാണ്. ആ മറ്റു പലരും പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ എനിക്ക് മനസ്സില്ലടാ, എൻ്റെ പ്രയോറിറ്റി എൻ്റെ മനസ്സിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബുദ്ധിയുടെ വികാസത്തിന് സമാന്തരമായി മനസ്സ് വികസിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വായിക്കാത്തത്. ബുദ്ധി വികസിക്കുമ്പോൾ മനസ്സും ബുദ്ധി ഒന്നാണോ? പഹൽഗാമിൽ 25 പേരെ വെടിവെച്ചു കൊന്ന ഭീകരവാദികളുടെ ലിസ്റ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചോ? MPhil കഴിഞ്ഞ ഒരുത്തനുണ്ട്. കേരളത്തിൽ വന്ന് B.Pharm കോഴ്സ് ഫസ്റ്റ് ക്ലാസ് പാസ്സായ ഒരുത്തനുണ്ട്. എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ളവരാ. പക്ഷെ കൊല്ലരുത് എന്ന
മനസ്സവനുണ്ടായില്ല. എന്നാൽ ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്നിടത്ത് മുട്ടും കുത്തി കരയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? അതായിരുന്നല്ലോ വൈറലായ സംഭവത്തിൽ. ആ പെണ്ണ് നാട്ടിൽ വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരുമില്ല, സെക്യൂരിറ്റിക്കാരുമില്ല, ആരുമില്ല, ഒരു മൊബൈലിന് റേഞ്ചുമില്ല, ഒരു വാഹനവും എത്താത്ത സ്ഥലമാണ് പഹൽഗാം. എല്ലാവരും ഓടിക്കളഞ്ഞു. ഒരു മുസ്ലിം ചെറുപ്പക്കാരനാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഷെൽട്ടറിലാക്കിയിട്ട് പട്ടാളത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ആ മുസ്ലിം ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സ്ത്രീക്കെതിരായിട്ട് സൈബർ ആക്രമണമായിരുന്നു പിറ്റേ ദിവസം. മുസ്ലിം ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. ആ ചെറുപ്പക്കാരൻ ആരാ? അവന് വിദ്യാഭ്യാസം കുറവാണ്. അവൻ കുതിരക്ക് തീറ്റ കൊടുക്കുന്നവനാ. 8ാം ക്ലാസ്സേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ അവന് ബുദ്ധിയില്ലെങ്കിലും അവന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. നമുക്കിന്ന് ക്ഷാമം ബുദ്ധിക്കല്ല. ഒരു ചോദ്യമുണ്ടായിരുന്നു കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ, ബുദ്ധിജീവികളെ കൊണ്ട് എന്തു കാര്യം എന്ന്. നമുക്ക് ബുദ്ധിജീവികളല്ല വേണ്ടത്, നമുക്ക് മനസ്സുള്ളവരാണ് വേണ്ടത്. മനുഷ്യാണാം അധികാരത്വമെന്നല്ല, മനുഷ്യാണാം സൗന്ദര്യത്വമെന്നല്ല, മനുഷ്യാണാം ധനത്വമെന്നല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യാണാം മനുഷ്യത്വമെന്നാണ്. ആ മനുഷ്യത്വത്തിൻ്റെ വികാസമാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ പരമമായ ലക്ഷ്യം. മനുഷ്യത്വത്തിൻ്റെ വികാസം. കല കലയ്ക്ക് വേണ്ടിയാണോ കല സമൂഹത്തിന് വേണ്ടിയാണോ എന്നുള്ള തർക്കത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ വായിക്കാൻ തോന്നുന്നൊരു തലമുറയുണ്ടാവണം. വായിക്കാൻ ഇല്ലാഞ്ഞിട്ട് വായന മോശമായിട്ടൊന്നുമല്ല, പക്ഷെ തോന്നണം. ആ തോന്നൽ, മദ്യപാനം മോശമാണെന്ന് അറിയാഞ്ഞിട്ടല്ലല്ലോ മദ്യപിക്കുന്നത്, അത് തോന്നുന്നത് കൊണ്ടാണ്. മദ്യപിക്കാൻ, കഞ്ചാവ് വലിക്കാൻ തോന്നുന്നൊരു തലമുറയുണ്ട്, എന്നാൽ വായിക്കാൻ തോന്നാത്തൊരു തലമുറയുണ്ട്. ആ തോന്നലുണ്ടാക്കലാണ് നമ്മുടെ പണി. ആദ്യം തോന്നണം എന്നതാണ്. പുസ്തകം കിട്ടാഞ്ഞിട്ടല്ല, തോന്നണം. രണ്ടാമത്, ഗ്രന്ഥാലയത്തിൽ പോയിട്ട് പലരും ശ്വാസം മുട്ടി തിരിച്ചു പോവുക. ഒരു ജന്മം മുഴുവൻ വായിച്ചാൽ തീരാത്ത പുസ്തകങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഈ ഒന്ന് വായിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഒറ്റ വെപ്പ് വേണ്ടാന്ന് വെപ്പ്. വായിക്കുന്നേ ഇല്ല. പുസ്തകങ്ങളുടെ ആധിക്യം കണ്ടിട്ട് ഭയന്ന് തിരിഞ്ഞോടുന്നു സമൂഹം. അവിടെ അന്വേഷിക്കണം. തനിക്ക് പറ്റിയത് എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏജന്റുമാരായിട്ട് നമ്മുടെ വായനശാലകളിലെ ഗ്രന്ഥാലയങ്ങളിൽ എനിക്കിവിടെ അത്ഭുതം തോന്നിയത്, ഒരുപാട് ലൈബ്രറിയന്മാരെ കണ്ടു ഇവിടെ, സ്ത്രീകളെ. അതൊരു വലിയൊരു കാഴ്ചയാണ്. ഞാൻ നാട്ടിൽ പോയിട്ട് 100 നോട്ടീസ് അടിക്കാൻ പോവാ. ഇത് ഒരുപാട് ലൈബ്രറിയന്മാരുണ്ട് ഇവിടെ. പക്ഷെ ഈ ലൈബ്രറിയന്മാര് നിധി കാക്കുന്ന ഭൂതങ്ങളായിട്ട് എന്താ കാര്യം? എന്നെ വായനയിലേക്ക് പ്രേരിപ്പിച്ചത് മൊയ്തുക്കയാ. മൊയ്തുക്ക അവിടെ ഏത് പുസ്തകം കിട്ടിയാലും അത് വായിച്ചു തരും. എന്നിട്ട് വന്ന ആളോട് പറയും ഈ പുസ്തകത്തിന്റെ പ്രത്യേകത, അതിന്റെ ദോഷം, ആ പുസ്തകം എന്നോട് ചില പുസ്തകം ഇത് നീ എടുക്കണ്ട, നിനക്കിത് പിടിക്കില്ല എന്ന് പറയും. അത്തരത്തിൽ പുസ്തകത്തെ, ഏത് പുസ്തകം ഓരോ ആൾക്കും പറ്റുന്ന പുസ്തകം എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അന്വേഷണം നടത്തണം. എനിക്കെന്ത് വേണം? മൂന്നാമത് വാങ്ങണം. പുസ്തകം പണം കൊടുത്ത് വാങ്ങണം, സമ്മാനമായിട്ടും വാങ്ങണം. ഈ സമ്മാനമായിട്ട് ഈ മരപ്പലകയും കുപ്പിച്ചില്ലും കൊടുക്കുന്ന പരിപാടി കേരളത്തിൽ 300 കോടി ഉറുപ്പ്യൻ്റെ ബിസിനസ്സാ. ഈ A+കാർക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ ഈ ഒരു കൊല്ലം നടക്കുന്ന അറിയാം, 300 കോടി രൂപയുടെ ബിസിനസ്. ഈ മരപ്പലകയും കുപ്പിച്ചില്ലും ഇല്ലേ, മൊമെന്റോ, ഇത് പലരും വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ കുട്ടികൾക്ക് സ്ഥലമില്ലാഞ്ഞിട്ട് ചാക്ക് കെട്ടി വെക്കുക. ഞാനതുകൊണ്ട് എല്ലായിടത്തും പോകും പറയും മൊമെന്റോ തരരുത്, പകരം ഒരു പുസ്തകം തന്നേക്കൂ. അങ്ങനെ വാങ്ങിയിട്ട് 2500 പുസ്തകങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വീട്ടിൽ ഒരു ഗ്രന്ഥാലയം ഉണ്ടാക്കിയിട്ട് അത് പൊതുജനങ്ങൾക്കായിട്ട് കഴിഞ്ഞ ജൂൺ 15 തുറന്നു കൊടുക്കുന്ന വലിയ പരിപാടിയായിരുന്നു. ഗ്രന്ഥാലയമാക്കിയിട്ട് തുറന്നു കൊടുത്തു. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അവശ്യം വാങ്ങേണ്ടതുണ്ട്. 20,000 ഉറുപ്പ്യ രണ്ടാൾ തന്നു പുസ്തകം വാങ്ങാനായിട്ട്. രണ്ടാൾ ഇത് കണ്ടിട്ട് 20,000 ഉറുപ്പ്യ തന്നു. ഒരാൾ 10,000 തന്നു, ഒരാൾ 10,000 തന്നു. നിർബന്ധമായും ഒരു ഗ്രന്ഥാലയത്തിൽ ഉണ്ടാവേണ്ട ഒരു 500 പുസ്തകങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങണം. 20,000 ഉറുപ്പ്യനെ കൊണ്ട് തികയില്ല, എന്നാലും അത് വാങ്ങും ഞാൻ. സമ്മാനമായിട്ട് വാങ്ങാം, പണം കൊടുത്ത് വാങ്ങാം, വായ്പ വാങ്ങാം. വായ്പ വാങ്ങാനാണ് ഗ്രന്ഥാലയങ്ങൾ, ലൈബ്രറികൾ. നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ. എന്താണത്? പുസ്തകം വാങ്ങിയാൽ പിന്നെ വായിക്കണമെന്നായിരിക്കും, വായിക്കുന്നില്ല. അതുകൊണ്ടാ തുറക്കില്ലെന്ന്. വീട്ടിൽ കൊണ്ടുവെക്കും, വായിച്ചിരിക്കും, വായിച്ചേ തീരൂ, പക്ഷെ വായിക്കൂല അല്ലേ? പല വീട്ടിലും പുസ്തകമുണ്ട്, പക്ഷേ കാരണം കിട്ടിയ ഉടനെ തുറക്കണം.
ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലെ കശുമാവ് ഉണ്ടായിരുന്നു. ഈ കശുമാവിൻ്റെ അതിൻ്റെ നട്ട് മാത്രമേ ആളെടുക്കും, മാങ്ങ വെറുതെ വേസ്റ്റാണ്. നാട്ടുകാർക്ക് അതൊരു വലിയ നഷ്ടബോധം സംഭവിച്ചപ്പോൾ അവരെല്ലാം ആ മാങ്ങകൾ പെറുക്കി കൂട്ടിയിട്ട് അത് പിഴിഞ്ഞതിൻ്റെ വെള്ളം എടുത്തു വെക്കും. ആ വെള്ളം 3 ദിവസം വെച്ചാൽ അത് നല്ല മൂത്ത് വരും. അത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ നല്ല നല്ല ചാരായം ഉണ്ടാക്കും. വ്യാപകമായി ചാരായം ഉണ്ടാക്കും. ചാരായം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ കുടിൽ വ്യവസായം പോലെയായിരുന്നു. ഇത് വ്യാജമദ്യമല്ല കേട്ടോ, ഒറിജിനൽ മദ്യമാണ്. പക്ഷേ സർക്കാരിന് ടാക്സ് കൊടുക്കില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വ്യാജമദ്യം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ 10 പശുവുണ്ട്. ഈ പശുവിൻ്റെ പുല്ലും തേടി പോകുമ്പോൾ ഈ വ്യാജമദ്യക്കാർ എക്സൈസുകാർ പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 5 രൂപ തരും. ഇതിൻ്റെ മേലെ ഈ വെള്ളം ആവി തട്ടി തണുപ്പിക്കേണ്ട വെള്ളം മാറ്റി കൊടുക്കാൻ ഞങ്ങൾക്ക് 5 രൂപ തരും. ഈ 5 രൂപ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകാതെ പശുവിനെയും കൊണ്ടുപോകും. എന്തിന് ഈ 5 രൂപ കിട്ടൂ? അങ്ങനെ അടിപൊളി മദ്യം കാച്ചി എന്ന ശീലമായിരുന്നു എനിക്ക്. ചെറിയ സ്കൂൾ പഠിക്കുമ്പോൾ നന്നായിട്ട്, ആരും അറിയില്ല. അങ്ങനെ പോകുന്ന പോക്കിലാണ് എൻ്റെ നാട്ടിലുള്ള ഒരാൾ വിക്രമാദിത്യ ചരിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നത്. നീ ആ കാട്ടിൽ പോയിരിക്കുന്നല്ലേ, അത് വായിക്കും, നല്ല രസം. കാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വായിക്കാൻ ഭയങ്കര രസം കേട്ടോ വിക്രമാദിത്യ ചരിത്രം. അത് തിരിച്ചുകൊണ്ട് കൊടുത്തപ്പോഴാണ് എതിലിയൻ വോയിനിച്ചിൻ്റെ ഗാഡ് ഫ്ലൈ എന്ന് പറഞ്ഞ പുസ്തകം തന്നത്. ഗാഡ് ഫ്ലൈ ഗോവിന്ദപിള്ള അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു, കാട്ടുകടന്നൽ. ഹോ എൻ്റെ അമ്മ, അത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിലെ റിവാറസും മോൺസിഞ്ഞോർ മോണ്ടനെല്ലിയുല്ലേ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്. അതിലൂടെയാണ് ഞാൻ വായനയിലേക്ക് പോയതും സ്കൂൾ പഠിക്കണമെന്ന് തോന്നിയൊക്കെ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ അബ്കാരി കോൺട്രാക്ടർ ആയിട്ടുണ്ടാവും നാട്ടിൽ. ആ പുസ്തകമാണ് എന്നെ മാറ്റിയത്. മനസ്സിലായില്ലേ? അത് തുറക്കണം, കിട്ടിയ ഉടനെ തുറക്കണം. 5ാമത്തതാണ് വായന. എന്ന വായനയിൽ പൂർണ്ണമാകുന്നില്ല. ആ വായനയുടെ വിചിന്തനം നടത്തണം. ആ വായനയെ നമ്മളുമായി ചേർക്കണം. അത് വിശകലനം നടത്തണം. ഓരോ കഥാപാത്രത്തെയും ഓരോ സംഭവത്തെയും എൻ്റെ കുടുംബത്തോടും എൻ്റെ ഗ്രാമത്തോടും കണക്ട് ചെയ്തിട്ട് എന്ത് ഇടപെടാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യം വേണം. വിശകലനം നടത്തി അത് സംസ്കരണം നടത്തണം. അച്ചടിച്ചതെല്ലാം നല്ലതല്ല. അച്ചടിച്ചതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. ചീത്ത വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് അത് ചീത്തയാവില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ബോംബെയിലുണ്ടായിരുന്നു. ശ്രീനാരായണ മന്ദിര സമിതിയുടെ പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ താമസിച്ച ഹോട്ടലിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനെ കണ്ടു. അത് മീശയുടെ എസ് ഹരീഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിലിട്ടു. അതിൻ്റെ അടിയിൽ തെറി. കാരണം എന്താ? മീശയിൽ കുറെ തെറിയുണ്ടല്ലോ, അതിൻ്റെ പേരിൽ വിവാദം ഉണ്ടായില്ലേ? ആളുകൾ തെറി മാത്രം വായിച്ചു, മറ്റൊന്നും വായിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? തെറി മാത്രമേ വായിച്ചിട്ടുള്ളൂ. മീശയിൽ എന്തൊക്കെ തെറിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിലെ നല്ലതൊന്നും ആരും വായിച്ചിട്ടില്ല. അപ്പൊ അത് സംസ്കരിക്കണം. ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക. എന്നാൽ ജനങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത മാത്രം എടുക്കുകയും ആവശ്യമുള്ളത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയില്ല. സംസ്കരണം കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിക്കണം. പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തകളിൽ ഒക്കെ അത് തികട്ടി വരണം, ഓർമ്മിച്ചെടുക്കാൻ പറ്റണം. 10ാമത്തത് പ്രതികരണമാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടും പുസ്തകം വായിക്കുന്നതിന് മുമ്പും നിങ്ങളുടെ മാറ്റമുണ്ട് ഇല്ലേ? പിന്നെ എന്തിനു വായിക്കുന്നു? ജീവൻ ടോണിന്റെ പരസ്യം പണ്ട് ഓർമ്മയുണ്ടോ? ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം, അല്ലേ? അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പും പുസ്തകം വായിച്ചതിന് ശേഷമുള്ള, ഞാനൊരു ഉദാഹരണം പറയാം. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ബാലൻ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ അവനെ അടിച്ചു കൊന്നു. കേസിപ്പോഴാ വിധി വന്നത്. ആ അടിച്ചു കൊന്ന ടീമിൽ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ വായിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ കൊല്ലരുത് എന്ന ബോധ്യം ഒരാൾക്കുണ്ടാവണ്ടേ? ആ പുസ്തകം വായിച്ചാൽ അയാളുടെ പ്രവൃത്തിയിൽ ഉണ്ടാവണ്ടേ? അതുണ്ടാവണം. പുസ്തകം വായിച്ചാൽ അതിൻ്റെ മാറ്റം അയാളുടെ ജീവിതത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാവണം. ഞങ്ങളുടെ നാട്ടിലെ വിഷുപക്ഷിയുടെ പാട്ട് എങ്ങും കേൾക്കണ്ടേ? അച്ഛൻ കൊമ്പത്ത്, അമ്മ വരമ്പത്ത്, കള്ളൻ മുറ്റത്ത്. കള്ളൻ വന്നത് സ്വർണവും വെള്ളിയും മോഷ്ടിക്കാനല്ലല്ലോ. കള്ളൻ ചക്കേട്ടു. അടുത്ത വരിയാണ് അതിൻ്റെ ആഴം. കണ്ടാ മിണ്ടണ്ട, കൊണ്ട തിന്നോട്ടെ. വിശന്നിട്ടല്ലേ മോഷ്ടിക്കുന്നത്. അതിൻ്റെ പേരിൽ കേസ് കൊടുക്കണ്ട, പരാതി കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ എന്ന വരിയുടെ ആഴങ്ങൾ അറിഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ മധുവിനെ അടിച്ചു കൊല്ലുവോ? ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ
അടിക്കരുത്, കൊല്ലരുത് എന്നതാണല്ലോ കണ്ടാ മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ എന്ന്. അതാണ് പ്രതികരണം. പുസ്തകം വായിച്ചാൽ അതിൻ്റെ പ്രതികരണം തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉണ്ടാവണം, ചിന്താമണ്ഡലങ്ങളിൽ ഉണ്ടാവണം. ഈ 10 ഘട്ടങ്ങൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞ 10 ഘട്ടങ്ങൾ: തോന്നണം, അന്വേഷണം, വാങ്ങണം, തുറക്കണം, വായിക്കണം, വിചിന്തനം, വിശകലനം, സംസ്കരണം, ഓർമ്മിക്കണം, പ്രതികരണം. ഈ 10 ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. ആ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്നു പോവാൻ. കൽപ്പറ്റ നാരായണ മാഷ് എന്ന് പറയുന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു ബ്രണ്ണൻ കോളേജിൽ, ഞാൻ എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം ഇപ്പം നല്ല കവിതകൾ എഴുതുന്നു, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ അദ്ദേഹം ഇങ്ങനെ CV രാമപള്ളിയുടെ രാമരാജ ബഹദൂർ അദ്ദേഹം എടുത്തത്, ചിന്താവിഷ്ടയായ സീത അദ്ദേഹം എടുത്തത്, അദ്ദേഹം എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളിങ്ങനെ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങ് ഗിരിപ്രഭാഷണം നടത്തുന്ന ഒരു മഹാഗുരുവായിട്ട് കുന്നിൻ്റെ മേലെ നിൽക്കുന്ന ഒരു അനുഭൂതി ഞങ്ങൾക്ക് അനുഭവപ്പെടും. ഞങ്ങളതിന് ആ ഒരു മായാലോകത്തെത്തും. MM വിജയൻ മാഷ് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ തോന്നും. അങ്ങനെ ഒരു മായാലോകത്തൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ ഗ്രന്ഥകർത്താവിനെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെ അപൂർവം ചില പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ഭുതമായി തോന്നും. നമ്മളറിയാതെ നമ്മൾ രസച്ചരടിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ആ രസച്ചരട് നമ്മളെ സംസ്കരിക്കുന്നു. ആ സംസ്കരിക്കപ്പെട്ട നമ്മൾ ചുറ്റുവട്ടമുള്ള മനുഷ്യരുമായിട്ടും സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നന്മ നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് ഇത്രയായിരം കൊല്ലമായിട്ടും, ഇത്രയായിരം പുസ്തകങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയായിരം ദൈവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾക്ക് കഴിയുന്നില്ല. ഈ ലോകമൊന്നും നന്നാവണ്ടേ? അല്ല, ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണോ? അല്ല, ഈ ലോകം പുതുക്കി നിർമ്മിച്ചുകൊണ്ടേയിരിക്കണം. പഴയത് പൊളിക്കുകയും പുതിയത് ഉണ്ടാക്കുകയും ചെയ്യണം. നമ്മുടെ രാജ്യത്തിന് പറ്റിയത് പഴയതൊന്നും മറന്നില്ല, പുതിയതൊന്നും പഠിച്ചില്ല എന്നതാണ്. പഴയതൊന്നും മറന്നില്ല, പുതിയതൊന്നും പഠിച്ചില്ല. നമ്മുടെ പുസ്തകങ്ങളിലൂടെ, വായനയിലൂടെ പുതിയത് പഠിക്കാനും പുതിയൊരു മനുഷ്യനെ സൃഷ്ടിക്കാനും ഈ വായന കൊണ്ട് കഴിയണം. അങ്ങനെ സമൂഹത്തിൻ്റെ കുടുംബമെന്നും രാഷ്ട്രീയമെന്നും സംസ്കാരമെന്നുമുള്ള പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നിലവിലുള്ള വ്യാകരണത്തെ അടിച്ചു പൊളിക്കണം. നിലവിലുള്ള വ്യാകരണത്തെ തുറന്നു പോക്കല്ല, നിലവിലുള്ള വ്യാകരണത്തെ അടിച്ചു പൊളിച്ച് നമ്മുടെ ഭാഷയിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഒരു പുത്തൻ വ്യാകരണം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ വായനയിലൂടെ കഴിയണം, പുസ്തകങ്ങളിലൂടെ കഴിയണം. അതുണ്ടാക്കാനാണ് സാഹിത്യം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ വിയോജിക്കുന്ന നിങ്ങൾക്ക് വിയോജിക്കാം. വായനയിലൂടെ, പുസ്തകങ്ങളിലൂടെ അതിലൂടെ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പുസ്തകം വായിച്ചാൽ അതൊരു 10 ഇരട്ടിയാക്കിയിട്ട് നാട്ടിൽ പോയി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മൈക്കും കെട്ടി പോകുന്നത്. ഞാൻ കുറച്ച് വായിച്ചാൽ മതി, കൂടുതൽ പറയുന്ന ഒരാളാണ്. കുറച്ച് വായിച്ചിട്ട് കൂടുതൽ പറയും. ഞാൻ ഒരുപാട് നല്ല വായനക്കാരനൊന്നും അല്ല, എന്നാൽ ആവശ്യം വേണ്ടതല്ല ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു 4 പുസ്തകമെങ്കിലും ആളുകൾ വായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വെറുതെയാണെന്നൊരു അഭിപ്രായമാണ് എനിക്ക്. അത് വെറുതെയാണ്. ഒരു 4 പുസ്തകങ്ങളെങ്കിലും വായിക്കാനൊരു പ്രേരണ കൊടുക്കണം. അതിലൂടെ മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സാമൂഹ്യ നിർമ്മിതിയിൽ മറ്റൊരു പ്രസ്ഥാനത്തിനും സാഹിത്യം പോലെ ഇടപെടാൻ കഴിയില്ല, ഒരു പ്രസ്ഥാനത്തിനും. കാരണം സാഹിത്യം ദൈവങ്ങളെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്, ദൈവങ്ങളെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് സാഹിത്യം. സാഹിത്യമില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഒരു ദൈവവും. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ദൈവങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ ദൈവങ്ങളുണ്ട് കേട്ടോ. മതങ്ങൾ ജനിക്കും, മതങ്ങൾ മരിക്കും എന്ന് പറഞ്ഞതാണ്. മരിച്ചുപോയ ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പല രാജ്യങ്ങളിലും അന്വേഷിച്ചു മരിച്ചുപോയ മതങ്ങൾ. ഭാരതത്തിൽ എത്ര ദൈവങ്ങൾ മരിച്ചുപോയി എന്നറിയോ? ഞാൻ എൻ്റെ പുസ്തകമായിട്ട് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മരിച്ചുപോയ ദൈവങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അടി കിട്ടുമെന്ന് എനിക്കറിയില്ല. മരിച്ചുപോയ ദൈവങ്ങൾ എന്നൊരു പുസ്തകം ഇറക്കാൻ പോവാ ഞാൻ. അതിൻ്റെ നല്ല പണിപ്പുരയിലാണ് ഞാൻ നടന്നത്. ആ ദൈവങ്ങൾക്ക് സൃഷ്ടി കൊടുത്ത സാഹിത്യത്തെ, സമൂഹത്തിൻ്റെ ചലനങ്ങൾ, ആന്തരികമായ ഗംഗയും യമുനയും നമുക്ക് കാണാം, പക്ഷെ സരസ്വതിയെ കാണില്ല എന്ന് പറയാറില്ലേ? എല്ലാ പുഴയുടെ അടിയിലൊരു ഒഴുക്കുണ്ട്, അതാണ് സരസ്വതി. അതുപോലെ സമൂഹത്തിൻ്റെ അടിയൊഴുക്കാണ് സാഹിത്യം. അത് കാലത്തിൻ്റെ കണ്ണാടിയാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ ടോൾസ്റ്റോയിയെ പറ്റിയൊക്കെ.
ആ കാലത്തിന്റെ കണ്ണാടിയാണ്. ആ അടിയൊഴുക്കുകളിൽ നമുക്ക് മുങ്ങി ആ അടിയൊഴുക്കുകളിലുള്ള വെള്ളത്തെ കോരിയെടുത്ത് പുതിയ തലമുറയുടെ, പുതിയ മനുഷ്യരുടെ നാവുകളിലും കണ്ഠനാളങ്ങളിലും ഒഴുക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ള സാഹിത്യ സദസ്സുകളും ഇത്തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളും നമുക്കുണ്ടാവണം. ഇന്നത്തെ വൈകുന്നേരം വരെ ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എന്തുണ്ട് ബാക്കി? എന്തൊക്കെയോ ബാക്കിയുണ്ടാവും അല്ലേ? ഇന്ന് വൈകുന്നേരം വരെ. അല്ലാതെ ഒരു സദ്യക്ക് പോയി ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്ങൊന്ന് പോയി കിടന്നാൽ മതി എന്നല്ലേ? അല്ല, എന്തൊക്കെയോ ഇന്ന് ബാക്കിയുണ്ട്. എല്ലാം ഒന്നും ഉണ്ടാവില്ല, എന്തൊക്കെയോ ബാക്കിയുണ്ടാവും. അതായിരിക്കും ഇന്ന് 5 പേരുടെയെങ്കിലും ഹൃദയത്തിലും മനസ്സിലും വല്ലതും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈ തുഞ്ചൻ സാഹിത്യോത്സവത്തിൽ ഏറ്റവും വലിയ നേട്ടമായി മാറുന്നത്. അത്തരത്തിൽ ഈ സാഹിത്യോത്സവം പിരിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ആ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യം തന്നെ ഇവിടെയുള്ള കേരളീയ സമാജത്തിൻ്റെ ഭാരവാഹികളോട് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമത് രാവിലെ 10 മണി മുതൽ ഇപ്പോൾ 6:65 ഓക്കെ. അപ്പോ ഇത്ര നേരം എന്നെയും കാത്ത് ഇവിടെ ഇരുന്ന ഈ സദസ്സിന്റെ മുന്നിൽ ഒരു നല്ല നമസ്കാരം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ഒരു ബഹുമാനപ്പെട്ട ഇഷ്ടപ്പെട്ട ടി.ഡി. രാമകൃഷ്ണ സാറ് എൻ്റെ പ്രസംഗം കേൾക്കാൻ മുമ്പിലിരുന്നു എന്നതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്തേ.